أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. حي على الفلاح. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على مبعوث رحمة للعالمين وعلى آله وصحبه غر الميامين والذين اتبعهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പിർസത്തോ സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ വിശ്വാസിനിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളുടെ ಮೇಲೆ റഹ്മത്താക്കി തന്ന ദീനുൽ ഇസ്ലാമರೋ ಜೀವನದ എല്ലാ ಸಂದರ್ಭದಲ್ಲೂ ಪಾಲಿಕೊನು ಜೀವಿതം ഞങ്ങളുടെ ಜೀವನతో ಧನ್ಯമാക്കുന്നു, ಸಾರ್ಥಕമാക്കുന്നു ചൊന്തു നണ്ടോട്ടു ചൊന്നത് പോലെമേ നിങ്ങൾ ഓരോരുത്തരൊട്ടുക്കും വസിയത്താക്കിയിട്ടുള്ള നെനപ്പാക്കിയിട്ടുള്ള അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അവൻ്റെ ദീനനുസരിച്ച് ചെയ്ക്കോക്കു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫാമിലി ഓറിയന്റേഷൻ മീറ്റ് ആയിത്തിക്കത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അഹ്ലൻ റമദാൻക്ക് സംബന്ധപ്പെട്ടതായോ ഒരു നല്ലതായോ അർത്ഥഗർഭിതമായോ മനസ്സിക്ക് തട്ടുന്നതായോ ഒരു ക്ലാസ് നിങ്ങളെ മുന്നിൽ ഇപ്പ നടന്നത്. അപ്പം അതിൻ്റെതായോ ഒരു ഈമാനി പരമായിട്ടുള്ളതായോ ഹുറുഫ് ഹുമ്മസ് നിങ്ങൾക്കതിൽ കിട്ടിത്തിക്കൂ ചുന്തല്ലതായോ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഇൻഷാല്ല റമദാനിൽ പിന്നെ നടത്തുക ഉദ്ദേശിക്കുന്നതായോ ഫാമിലി ഓറിയന്റേഷൻ ക്ലാസ്സസ് അതിലെ ഒരു ಭಾಗ ഞങ്ങളെ മുന്നിൽ കടന്ന് ഇത് രണ്ടാമത്തെ ಹಂತ ಎತ್ತಿಕರು ಅದರೇ ഒരു ಶುರುವಾತ್ ഒരു ಆರಂಭ ಚೊಂತೆ ಇದರ ಬಿಯಾರಿಕರು ಸೂರತ್ ಯೂಸುಫ್ರು പൂർണ്ണമായിട്ട് എല്ലാ മൊത്തു ಅದರ ಕಂಪ್ಲೀಟ್ ಈ ಕ್ಲಾಸಲ್ಲಿ ತೀರ್ಕೋಕಾವರು ಚೊಂತಲ್ಲ ಈ ಕ್ಲಾಸರ ಉದ್ದೇಶ. ಕೊರಿಯ ಭಾಗ ಮಾತ್ರ ಸುರುವತ್ತ ಕೊರಿಯ ಭಾಗ ಮಾತ್ರ ಎತ್ತಿಕರು ನಿಗಳ ಮುನ್ನಲ್ಲೂ ಕುಟುಂಬമായി ಬರಮೈತು ഞങ്ങൾക്ക് അതിൽ എന്തെല്ലാം മാർഗനിർദ്ദേശനം കിട്ടി ചൊന്തുള്ള ഉദ്ദേശ എത്തിക്കറ് ഞങ്ങൾക്ക് അതിലെ സുറൂത്ത് ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുള്ളത്. ഇൻഷാ അല്ലാ ഇവിടെ റിയാദിൽ ഫാമിലിയത്ത് ആരെല്ലുള്ളവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇങ്ങനത്തെ ഒരു ഫാമിലി ക്ലാസ്സിൽ സംബന്ധപ്പെടുക്കൂ. ഇതിൽ നിങ്ങൾ ബന്ധ് ഇതിൽ ഉപകാരപ്പെടുക്കൂ വേണ്ടിയിട്ടുള്ളതായ ഒരു തയ്യാറെടുപ്പ് മാത്രം എത്തിക്കറ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഇനി മേലത്തെ ഈ ഫാമിലി ക്ലാസ്സറോ ബാച്ചിലർമാരായിട്ടുള്ളതും ഫാമിലി ആയിട്ടുള്ളതും ഊടെ സൗദി അറേബ്യത്തിൽ ഫാമിലി ആയിട്ടുള്ളതും
അതിന് ഉപകാരപ്പെടുന്നു പടയൊന്ന് ചൊന്തുലതായോ ഒരു ഓർമ്മപ്പെടുത്തല് ഞാൻ നിങ്ങളെ ഈ ഒരു എല്ലാത്തിരക്കാണ് മുന്നോളൂ ഉദ്ദേശിക്കുക. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിരമേ ദുനിയാവുക്ക് ഹുദൽ ലിന്നാസ് കൊണ്ട് തയ്ത്തിക്കര്. എന്തൊരു ഹുദൽ ലിന്നാസ്? ദുനിയാവിലെ എല്ലാ ആൾമാർക്കും ഇതൊരു ഹിദായത്ത് എത്തിക്കര് ചുന്തലത ഉദ്ദേശത്തിൽ എത്തിക്കര്. നിങ്ങൾ മനസ്സിലാക്കിയത് ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ തിങ്കൾ ഷഹർ റമദാൻ തിങ്കൾ എത്തിക്കര്. അതെങ്ങനെ ഇറങ്ങിയോ? ഹുദൽ ലിന്നാസ്, ആൾമാർക്ക് ഹിദായത്ത് എന്ന നിലക്ക് എത്തിക്കര്. ആ ഖുർആൻ എന്തെങ്കിലും വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ടു ചൊന്തിന്നുണ്ടെങ്കിൽ അത് സമാജത്തിക്ക് എന്തായിട്ടില്ല, മാറക്കമൈത്തില്ല. ഈ ഖുർആന് എന്തെങ്കിലും വിഷയം ചൊന്തിന്നെങ്കിൽ ഖുർആൻ മനുഷ്യന്മാർക്ക് പ്രായോഗിക രൂപത്തിൽ ബറാത്ത് തയ്ത്തില്ല. മനുഷ്യന്മാരുടെ ജീവനത്തിക്ക് അങ്ങനെ സുലലിതമായ ജീവനത്തിക്ക് ഒരു തടസ്സം നിൽക്കുന്നതായോ ഒരു കിതാബല്ല ഇത്. ഈ കിതാബ് എന്തെത്തിക്കര് മനുഷ്യന്മാർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നത് എത്തിക്കര്. മനുഷ്യന്മാർക്ക് കണ്ണില്ലാത്തെങ്കിൽ കണ്ണ് കാട്ടുന്നത് എത്തിക്കര് ഈ ഖുർആൻ. ചിമ്മൽ നടക്കുന്നവർക്ക് വെളിച്ച കാട്ടുന്നത് എത്തിക്കര് ഈ ഖുർആൻ. ഈ ഖുർആൻ എത്തിക്കര് മനുഷ്യന്മാരോ എല്ലാ നിലക്കും അങ്ങനെ ജീവനത്തിൽ വെളിച്ച കാട്ടുന്നത് എത്തിക്കര്. ഏതെങ്കിലും ഒരു ഭാഗത്തിൽ മനുഷ്യന്മാർക്ക് ഒരു സന്മാർഗം കിട്ടിയിട്ടില്ല, മാർഗം കിട്ടിയിട്ടില്ല ചൊന്തുള്ളത് ഈ ഖുർആൻ കൊണ്ടു തെളിയിക്കപ്പെടില്ല. ഖുർആൻ കൊണ്ടു ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഖുർആൻ കൊണ്ടു മുന്നൽ പോയിരാറാ അങ്ങക്ക് എന്താ മാറിക്കല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നത് ഞങ്ങൾക്ക് തന്നതായ ഒരു ഭരവസ എത്തിക്കര്. നീ മനസ്സിലാക്കൂ, ഖുർആൻ ബന്ദരമേ മനുഷ്യന്മാർക്ക് അള്ളാഹുരെ വിഷയത്തിൽ പഠിപ്പാട്ടു. ആരെ വിഷയത്തിൽ? അള്ളാഹുരെ കാട്ടിക്കൊടുക്കും. ആ വിഷയം മാത്ര ഖുർആനിൽ ആൽമാർ ഇസ്തിംബാത്താക്കാമാർ അതിരെ പഠിപ്പാട്ടന്മാർ വെറും ഖുർആൻ ക്ലാസ് ചുമത്ത് ആക്കിയം പോണ്ടതല്ലേ? യഥാർത്ഥത്തിൽ വലിയൊരു അപായം അവിടെ ഉണ്ട്. ഖുർആന്റെ പേരിൽ എല്ലാവർക്കും എന്തില്ല, റഹ്മത്ത് കിട്ടോ പോണ്ടില്ല, എല്ലാവർക്കും ഷിഫാവ് പോണ്ടില്ല. കുറെ ആൾമാർക്ക് ഖസാറ അവർ ചൊന്തിക്കുമ്പോ ഖുർആൻ ക്ലാസ് ചൊന്ത് കുറെ ആൾമാർക്ക് പോണ്ടതല്ലേ? എല്ലാ ഖുർആൻ ക്ലാസ്സും എന്തല്ല, ഷിഫാ അല്ല, റഹ്മത്ത് അല്ല. ചിലപ്പോൾ അത് ഖസാറ എത്തിക്കൂ. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കൂ. എന്തുകൊണ്ടാ ഈ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കു നിങ്ങൾക്ക് എന്താ ഈ ചില സന്ദർഭത്തിൽ ഇപ്പൊ ഒരു അഖീദ ക്ലാസ് എടുക്കുന്ന ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കൂ. അഖീദ ക്ലാസ് നിങ്ങൾ എന്ത് എടുക്കരുത്? ഒരു മനുഷ്യ അവന്റെ ജീവിതത്തിൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ അവനക്ക് ഒരു 6 തിങ്കൾ അവൻ മാറ്റർ എടുക്കുക. കാലി ഖുർആൻ ക്ലാസ് മാറ്റർ എടുത്താ അതിന് നടുവിൽ എത്രമാ ബിദാത്ത് നടന്നു പോണ്ടു, എത്രമാ ഖുറാഫാത്ത് നടന്നു പോണ്ടു. റബീഉൽ അവ്വൽ ബണ്ട് അതിന് നടുവിൽ ആൽമാർ അനാചാരാക്കരോ ജീലാനി ദിന ബണ്ട് അതുപോലത്തെ ചെമ്മ നമ്മത്തുള്ളേ ഷാബാൻറോ ഈ ബറാത്ത തിങ്കൾ ചുന്തു ബിദാത്താക്കരുത് ബണ്ട്. അതിലെന്തും ഉണ്ടാമാറ് ഖുർആൻ ക്ലാസ് മാത്രം എടുത്തോണ്ട് പോകേണ്ട അങ്ങനെ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കൂ. ഇങ്ങ നേരെത്തും കണ്ണ് ചുമ്മിത്ത് ദുനിയാവ് ചിമ്മൻ വിചാരിക്കാൻ എത്തിക്കാറ്. ഞങ്ങൾ കണ്ണ് കാണാത്ത പോലെ പോയമേയാവൂ. യഥാർത്ഥത്തിൽ ഇങ്ങെന്തല്ല ഈ ഖുർആൻ കാട്ടർ യഥാർത്ഥ ബെൽച്ചുണ്ടല്ലേ, ആ ബെൽച്ചത്തി ഒടിപ്പാടി വെക്കറങ്ങ ഏതാ ഒരു ഖുർആൻ ക്ലാസ്സിലെ മരല് അഡ്ഡത്തില് ഇങ്ങ എന്തിനമ്മ ബേരം ഇങ്ങനെ പ്രൊപ്പഗണ്ട ഇങ്ങ ആക്കു വിചാരിച്ചത്. അതുകൊണ്ട് ഖുർആൻ ക്ലാസ് ചൊന്നി സത്ത് എന്തിരിക്കും ഏത് ഖുർആൻ ക്ലാസ് വേണാവണു, അള്ളാഹു എന്തിക്ക് വേണ്ടിത് ഈ ഖുർആൻ ഇറക്കിറ അത് വേണാവണു. അത് ആ ഖുർആൻ ക്ലാസ്സിൽ എന്താവണം, പ്രകടനാവണം. അതായില്ലെങ്കിൽ അത് ആ ഖുർആൻ ക്ലാസ് അവനക്ക് ഖസാറ എത്തിക്കര് ചൊന്തലത് നിങ്ങൾ മനസ്സിലാക്കൂ. ഖുർആൻ ക്ലാസ്സിലെ വിഷയത്തിൽ ഞാൻ ചൊല്ലേൻ, ഒരാൾക്ക് നിങ്ങളോ നിസ്കാരത്തിൽ ചൊല്ലുന്ന അദ്കാർ ആ അദ്കാർ നിങ്ങൾ പഠിക്കണം. അതേപോലെ നിങ്ങൾ ഖുർആന്റെ അർത്ഥം പഠിക്കണം ചുന്തല ഉദ്ദേശത്തില്, ഖുർആൻ പഠിക്കണം ചുന്തല ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് എന്താക്കറ് അയാളൊരു ആയത്ത് ഓതുണ്ട് വിചാരിക്കാം. ഇത് നടന്ന വിഷയം എന്നാ ചെല്ലു. എന്തൊരു ആയത്ത് ഓതരേ? ولا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ചൊന്ത്. നിങ്ങൾ നിസ്കാരത്തെ മുട്ട വരണ്ട, നിങ്ങൾ നശര ഹാലത്തിൽ. ഒരാൾമാര് ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ ചൊന്തു പോണ്ട ഒരു ചില മാറ്റർ. നിങ്ങൾ നിസ്കാരത്തെ മുട്ട വരണ്ട, നിങ്ങൾ നശര ഹാലത്തിൽ മുട്ട വരണ്ട. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ ചെല്ലറ എന്തിന് ചെല്ലറാറ് അത് നിങ്ങൾക്ക് പിടിയാവർ കൊടുത്തോളൂ, നിങ്ങൾ മുട്ട വരണ്ട. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ. ആയാലും പിന്നെ ചൊല്ലുന്നുണ്ടാ ഇവിടെ സ്പിരിച്വൽ എമർജൻസി ഉണ്ട്. സ്പിരിച്വൽ എമർജൻസി
ഈ തുർത്തു പരിസ്ഥിതി കേട്ടതാണ് ഞാൻ. തുർത്തു പരിസ്ഥിതി അതായത് ധാർമ്മികമായോ തുർത്തു പരിസ്ഥിതി ഉടുണ്ടു ചെന്ന് ഞങ്ങളെ കയ്യിന്റെ ദീൻ തപ്പി പോണ്ടുവിടാൻ ദീൻ തപ്പി നഷ്ടപ്പെട്ടും പോണ്ടു. അതുകൊണ്ട് ഇവിടെ എന്താക്കണു, നിങ്ങക്ക് ഖുർആന്റെ അർത്ഥം വണ്ടില്ലേ, നിസ്കാരത്തെ മുട്ട പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഈ ചൊന്ത് ആയത്ത് ചൊന്തു സീത മുന്നൽ പോയ എന്താവും നിസ്കാരത്ത് നിങ്ങക്ക് ഖുർആന്റെ അർത്ഥം വണ്ടില്ലേ, നിങ്ങക്ക് ചൊല്ற ദിക്കറ് അധികാറോ ഫാത്തിയത്തെ അർത്ഥം വണ്ടില്ലേ, നീங்க എന്താക്കറു നിസ്കാരത്തെ മുട്ട പറണ്ടാവില്ലേ. ആവുറത് ആക്കിറാറ് ഹദീസ് നിഷേധിമാറ് നിസ്കാരத்துக்கு മനസ്സിലാത്തങ്ങ നിസ്കരിക്കോ മനസ്സിലാത്തങ്ങ അങ്ങ് ആക്കിയ പണി എന്തിനു വന്നിട്ട എന്തുകൊണ്ട് അങ്ങ് നിസ്കരിക്കില്ല, നിസ്കരിക്കോ മടിയുണ്ടങ്ങ് അങ്ങ് ഹദീസ് വേണ്ട ചൊന്നങ്ങ അങ്ങ് ചെല്ലറ ഞങ്ങക്ക് എന്തിരെ നിസ്കാരത്തിൽ എന്തിനു ചൊല്ലേന്റെ പിടിയില്ല. അവ പിന്നെ അള്ളാഹെ ചൊന്നില്ല നിസ്കാരത്തെ മുട്ട പോണ്ടാണ്ട് അപ്പൊ അത് കീത്തിന് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഇത് ബാത്തിലായ ഇസ്തിംബാത്ത് തിക്കറ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാ സലകകും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരോട് കേക്കരെ ഒന്നാമത്തെ വിഷയമേ അമൽ റബിച്ചതിൽ സുറൂ കേക്കരെ വിഷയ നിസ്കാരത്തെ വിഷയ തിക്കറ്. മാ സലകകും ഫീ സഖർ, നിങ്ങൾ ഈ സഖർ ചുന്തിലെ നരകത്തിൽ എത്തുപാട്ടിരുന്നോ ആരൊട്ടി ചൊല്ലോ ടോട്ടലി മനുഷ്യന്മാരൊട്ടി കേക്കറു. ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിக்கிறങ്ങളെ കൂട്ടത്തിലായിത്തില്ല ಅಂತ. അപ്പൊ ഇതിനർത്ഥം എന്തായത്, ഖുർആൻ പഠിച്ചോ അർത്ഥ പിടിയുള്ളതായോ ആലിമിക മാത്ര സ്വർഗത്തിക്ക്, ബാക്കി നിങ്ങൾ എന്തേ ബാക്കി നിങ്ങളോ ഈ ആയത്തിൽ എങ്ങനെ ഇസ്തിംബാത്താക്കി സാധാരണക്കാരായോ എന്തില്ല സ്വർഗ ഇല്ല. പിന്നെ ആർക്ക് സ്വർഗ? ഖുർആന്റെ അർത്ഥ പിടിച്ചോണ്ട് മാത്രം. ഇത് അത് ആരെ ദീന്? ഇബ്ലീസിന്റെ ദീൻ. ഇത് ഈ ചൊല്ற പൽക്കൊണ്ടല്ല ഇബ്ലീസിറത്. യഥാർത്ഥത്തില് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതുക ബറാത്തങ്ങളെ വിഷയത്തിൽ എന്തൊരു ചൊന്നുകൊണ്ടുണ്ട ഖുർആൻ ഓതുക വണ്ടില്ല ഭാരി പ്രയത്നപ്പെട്ടുകൊണ്ട് ഉള്ളവന്റെ വിഷയത്തിൽ ചൊന്നെന്തേ ഖുർആൻ ഓതുറങ്ങ കിറാമിൻ ബററ സഫറ അൽ ബററ, അതായത് മാന്യന്മാരായോ രായഭാരിമാരായോ അള്ളാഹുയുടെ തരഫിൽ നിന്ന് വന്നതായോ മലായിക്കത്രങ്ങൾ കൂടി കിറാറുണ്ട്. ഒരു ഓതുക്ക് കഷ്ടപ്പെട്ട് ഈ കക്ക് വലിച്ചത് ഓതുരങ്ങളല്ലേ ആ ഓതുരതിന്റെ നമുക്ക് ഭംഗമുണ്ട് ഫലഹു അജ്റാൻ. ഈ ഖുർആൻ ഓതൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് അർത്ഥം പിടിക്കുക നീ മനസ്സിലാക്കും. ഖുർആൻ ഓതൊക്കെ പറയാത്ത നമുക്ക് അർത്ഥപ്പെണ്ട. ഇത് അർത്ഥ പഠിക്കുന്നതുള്ള നിരുത്സാഹപ്പെടുത്തുന്നതല്ല. കുറെ ആൾമാർ പോണ്ടെതിരെ ഈ ഖുർആൻ ക്ലാസ് ചൊന്ത് പോണ്ടെതിരെ അവസ്ഥ ചെന്നുണ്ടല്ലേ. ഖുർആൻ പഠിപ്പാട്ട ചൊന്ന് സത്തുക്ക് വേഗ പോയിട്ട് ഖുർആൻ അല്ലേ പഠിപ്പാട്ട, അവിടെ ബൈബിളാ പഠിപ്പാട്ടേ, രാമായണമാ പഠിപ്പാട്ട ചൊന്തുള്ള നിലക്ക് നിങ്ങൾ പോയിട്ട് ബോലണ്ടതില് ഖുർആൻ പഠിപ്പാട്ടണം. അവന്റെ ജീവനത്തിൽ എപ്പെങ്കിലും അഖീദ ക്ലാസ് എടുത്തിട്ടാണ് ചൊന്ത് കേട്ടതുമേയോ ഖുർആൻ ക്ലാസ് പഠിക്കാൻ പോണ്ടത് ഇല്ല. ഇങ്ങനത്തെ ഇസ്തിംബാത്താക്കറാറ് നിങ്ങൾ മനസ്സിലാക്കറു. അപ്പൊ അവിടെ എന്തിരിച്ചെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒട്ടിക്കുള്ള മുനാജാത്ത് അവന്റെ ഒട്ടിക്കുള്ള സംഭാഷണ അത് എഫക്റ്റീവ് അവരപ്പ അതിന് അർത്ഥ ಗೊಂತಿಂದಪ್ಪ. അല്ലാത്തങ്ങൾ അല്ലാഹു കബൂലാക്കില്ല സ്വീകരിക്കില്ല ചൊന്തുള്ളത്. അത് ഖുർആൻ കൊണ്ട് തെളിയില്ല, ഹദീസ് കൊണ്ട് തെളിയില്ല. പഠിക്കുന്നത് ഞങ്ങളെ മേല് ലാസിമെത്തിക്കര് വാജിബെത്തിക്കര് അറബി പഠിക്കുന്നത്. ആ വിഷയത്തില് ഖുർആന്റെ ഭാഷ പഠിക്കാത്ത വിഷയത്തില് ഞങ്ങൾ എല്ലാവരും തപ്പിത്തസ്തവറ എങ്കിലാ നിസ്കാര കബൂലാവില്ല, നിസ്കാരത്തെ മുട്ട പോവണ്ട ചൊന്തുള്ളതായ ഇസ്തിംബാത്ത് അത് ബാത്തിലായ ഇസ്തിംബാത്ത് എത്തിക്കര് ചൊന്തുള്ളത് മനസ്സിലാക്കുള്ളൂ. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ഉദ്ദേശിച്ചതാണ് അത് മാത്ര. അവിടെ നിസ്കാരത്തെ മുട്ട പറണ്ട ചൊന്നത് എവിടെ കൊണ്ടുണ്ടാ കള്ളു കുടിച്ചിട്ട് പറണ്ടാണ്ട് ഇല്ലെങ്കിൽ നശരെ എന്തെങ്കിലും നശരെ അമൽ ബണ്ടോ ഏത് പദാർത്ഥം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഏതിനെ മുട്ട പറണ്ട നിസ്കാരത്തെ മുട്ട പറണ്ടാൻ അത് എന്തിനു കൊണ്ടുണ്ട മനുഷ്യന്മാർക്ക് അതിരെ ഒരു ഹന്ത ഇത് അള്ളാഹു നാസിലാക്കിരോ. ഏത് ഹന്ത ഇത് നാസിലാക്കിരോ? കള്ളിലോ നിഷേധാക്കിറതിരെ ഒറ്റടിക്ക് അള്ളാഹു എന്താക്കിയതില്ല നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ ಇಂಡ್ ಇಸ್ಲಾಮಾಯರ ಇಂಡ್ ಕಲ್ಲುಬಿಡೋರು ಚಂತು ಎಪ್ಪ ಇದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಆ ಉಮ್ಮತ್ತರು നബിയുടെ മുന്നുള്ള ഉമ്മത്ത് ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ട് കള്ളു കുടിക്കുക നിസ്കാരത്തെ ടൈമിൽ മാത്രം കള്ളു വിട്ടെങ്കിൽ ചൊന്തിൽ അർത്ഥം പണ്ടില്ല അങ്ങനെ ഇല്ലേ. അത് ഇസ്തിംബാത്താക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ ടൈമിൽ കള്ളു വിടോರು അല്ലാത്തപ്പ നോ പ്രോബ്ലം അങ്ങനെ വേണ്ടില്ലേ. എവിടെ ഒരിക്ക നക്കൊരു പോയിന്റ് കിട്ടിത്താകുമ്പോ നാനിങ്ങനെ നിങ്ങളെ മുന്നിൽ പോകുമ്പോ അതിന് ബാക്ക് ഫയറിനൊക്കെ അവർ പിടിയാവില്ലേ, അത് ആലോചനാക്കില്ല. അവിടെ എന്തിനു ചൊന്നുകൊണ്ടുണ്ടാ ഒരു ഹന്ത് അത് ഏനെ നിങ്ങൾ കള്ളു പുഴക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തിനു ചൊന്ന് നിസ്കരിക്കുമ്പോ കള്ളു കുടിക്കണ്ടാണ്ട് കള്ളു കുടിച്ചിട്ട് പറണ്ടാണ്ട്
അർത്ഥ പിന്നെ ഓരോ സ്റ്റെപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റോപ്പ് ആക്കിയിട്ട് അവസാനം ചെന്ന ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ സ്റ്റോപ്പ് ആക്കറാ, നിങ്ങൾ സ്റ്റോപ്പ് ആക്കില്ലേ, ഇൻതഹൈന ഇൻതഹൈന അങ്ങനെ ഇപ്പാട്ടിയാണ്. അത് അങ്ങനെ ഗ്രാജുവലി ഓരോ ക്രമേണ തങ്ങളെ ഒരു ഇതിക്ക് ബർബാട്ടിയോ ഗ്രിപ്പുക്ക് ബർബാട്ടിയോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം മറന്നിട്ട് ഒരു ആയത്തെടുത്തിട്ട് ആൽമറമെന്നുള്ളൂ നാനൊരു വലിയൊരു ഇസ്തിമാത്താക്കറോന്ന് ചിന്തല രൂപത്തിൽ പോയെങ്കിൽ ഇതുപോലെ ആവറു. ഞാൻ എന്തൊക്കെ ചൊല്ലിണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ ക്ലാസ് ചൊന്തി എവിടേക്കും പോകുമ്പോൾ ലൈഫിലോൺ എപ്പെങ്കിലും അഖീദ ക്ലാസ് എടുത്തിട്ടാണ് ഇല്ലേ, അഖീദ ക്ലാസ് എടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഇസ്തിമാത്ത് ബണ്ട് ഗ്യാരണ്ടി. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ ഖുർആന്റെ മനസ്സിലാക്കി തെച്ചാണ്, ഖുർആന്റെ നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഡീവിയേഷൻ മനസ്സിലാക്കിയത്. നിങ്ങൾ ഡീവിയേഷൻ ചൊല്ലി തെരുതപ്പിയ ഖുർആൻ തഫ്സീർ നിങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെ നിങ്ങൾക്ക് ബറോ തീരാ ചൊന്തല്ലേ ഒരു ഉദ്ദേശം എത്തിക്കുക മാത്രം ഞാൻ സൂചന തന്നെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലു ഞങ്ങൾക്ക് കുറെ വിഷയം പഠിപ്പാട്ട. ഒന്നാമത്തത് ഈ സൂറത്ത് യൂസുഫ് ഇതിൽ നുസൂൽ അവരത് അവതീർണ അവരത് എന്തൊക്കെ ചൊന്നിട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ പെഞ്ഞായി ഞങ്ങളെ ഉമ്മ ഒന്നാമത്തെ പെഞ്ഞായി ഖദീജ റളിയല്ലാഹു തആല അൻഹ ഐമറ വഫാത്ര ടൈമിലെത്തിക്ക് നബിക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായ ഒരു സന്ദർഭം. രണ്ടാമത്തത് അയലോ മുസ്ലിം അല്ലെങ്കിലും അയലെ കുഞ്ഞ പറ്റുന്നോ അബൂത്ത ഇസ്ലാമുക്ക് വേണ്ടിയിട്ട് ചമ്മ സപ്പോർട്ടാക്കിയോ ഒരു മനുഷ്യ അയലും മരിക്കരുത് അതേ വർഷം എത്തിക്കരുത്. ഈ വർഷത്തില് ഭയങ്കരമായ കഷ്ടത്തിരിക്കുന്ന സന്ദർഭത്തിൽ മാനസികമായിട്ടും അതേപോലെ ശത്രുമാരോ ഉപദ്ര ഏറി ബറും തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് സാന്ത്വന കൊടുക്കും പോലത്തെ സമാധാനം കൊടുക്കും പോലത്തെ അള്ളാഹു നാസിലാക്കിയത് എത്തിക്കര് ഈ സൂറത്ത് യൂസുഫ്. കാരണം സൂറത്ത് യൂസുഫ് സംഭവിക്കരുത് അതേ എത്തിക്കര് സ്വന്ത മൂത്തകമാരെ ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്നതായോ മാരകമായ ഉപദ്ര ആ ഉപദ്ര എത്തിക്കര് ಇಂತುಂ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಎಲ್ಲಾ ನಮ್ಮಂತಲ್ಲ ಆಪತ್ತಲ್ಲಿ ನಿಂತು ಮುಸೀಬತ್ತಲ್ಲಿ ನಿಂತು ಯೂಸುಫ್ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಮರು ಬಚವಾಕಿತ್ತು ಅಯಲು ಮಿಸ್ರ ಗದ್ದುಗೆ ಮಿಸ್ರೋ ഈജിപ്തിലോ രാജ ആഡളിത്തത്തിലേക്ക് എത്തും പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്ത നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താക്കണ്ട ഈ വിഷയത്തില് മാനസികമായിട്ട് ബേജാറാക്കണ്ട. നിങ്ങളെ മനസ്സിലോ ആ ഒരു കരുത്തിലോ നിങ്ങൾ കൈവിട്ടിരണ്ട. അള്ളാഹു നിങ്ങൾക്ക് അതേപോലത്തെ ഒരു നല്ലതായ പരിണാമത്തിക്ക് ഒരു നിർണായകമായ ഹന്തത്തിക്ക് അള്ളാഹു എത്തുപാട്ട ചെന്തുലതായ ഒരു സാന്ത്വന ആ ഇതിലെന്തുണ്ടു ഈ സൂറത്തിലു ഉണ്ടു ചെന്തുലത് മനസ്സിലായിട്ട്. പിന്നെ ചില ഇതിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെസ്റ്റ് ആക്കുക വേണ്ടിയിട്ട് മുശ്രിക്കരങ്ങ ചൊന്നത് യഹൂദിമാർ പോയിട്ട് കേട്ടറ് മുശ്രിക്കരങ്ങ പോയിട്ട് മക്കത്തെ മുശ്രിക്കരങ്ങ പോയിട്ട് യഹൂദികളോട്ട് കേട്ടറ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യരോ നബിയല്ല ചെന്ന് ഞങ്ങൾക്ക് പ്രൂവ് ആക്കണം. അതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളൊട്ടികൾ പൊംവഴിയുണ്ടാ എന്തെങ്കിലും തെരുവുണ്ടാ ചിലമൊത്തുക്ക് അങ്ങനെ ചെന്നറി മുശ്രിക്കരങ്ങൊട്ടിക്ക് യഹൂദിമാർ ഒരു നബിയുടെ വിഷക്കേക്കറു അയാൾ നബിമാർ അള്ളാഹുരെ നബിമാരെ കൂട്ടത്തിലെത്തിക്കറ് അയാള് സിറിയത്തിൽ നിന്ന് പുറത്ത് വന്ന് മിസ്ർക്ക് പോയിട്ടുണ്ട്. ചിലതില് ഫലസ്തീനിൽ നിന്നുണ്ടുണ്ടു. ഫലസ്തീനിൽ നിന്ന് മിസ്ർക്ക് പോയോ ഈജിപ്തിക്ക് പോയോ ആ നബിയുടെ പേരെന്തരയുണ്ട്. പിന്നെ ആ മനുഷ്യരുടെ വിഷയത്തിൽ എന്തെങ്കിലും ഖബറുണ്ടാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് അയാൾ അങ്ങ് കേട്ടിട്ടാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പരിപൂർണമായ ഖിസ്സ പരിപൂർണമായോ ആ സ്റ്റോറി അള്ളാഹു ഇറക്കി കൊടുത്ത ചെന്തലത് എത്തിക്കര് അതിൽ മനസ്സിലാക്കുള്ളത്. അപ്പൊ ഇത് നബിരോ മുഅ്ജിസത്തും കൂടി എത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നിന്ന് എത്തിക്കര് ചെന്തലതുക്കുള്ള ഒരു പുറാവെ ഒരു പ്രൂഫ് ആയി കൂടി എത്തിക്കര് ചെന്തലത് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെന്നതായോ എന്ത് കിസ്സ ബനാവട്ടു എന്ത് പിന്നെ സ്റ്റോറി ബനാവട്ടു. ഇപ്പൊ ഞങ്ങൾ സാധാരണ മക്കൾക്ക് സ്റ്റോറി ചൊല്ല ഉദ്ദേശം എന്തേ അങ്ങ് അതിൽ നിന്ന് എന്തെങ്കിലും പാട്ട പഠിക്കണം ചൊന്തു അങ്ങനെ ജീവനത്തിൽ അതിലെന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ചൊന്തല്ല ഉദ്ദേശിക്കരുത്. ഞങ്ങൾ അത് കൈവിട്ട് തിന്നെങ്കിൽ ജാഗ്രതയാക്കറു ഞങ്ങളെ ഞങ്ങളെ വിട്ട് ദൂരത്താവറു ഞങ്ങൾ മക്കളൊട്ടിക്ക് സ്റ്റോറി ചൊല്ലതായോ ഒരു ഞങ്ങൾ പഠിച്ച എന്തെങ്കിലും സ്റ്റോറി അത് ഞങ്ങൾ മക്കളൊട്ടിക്ക് ഷെയർ ആക്കിയെടുത്തോളൂ. ഞങ്ങളെ ഞങ്ങളെ മുട്ടാവില്ല അങ്ങനെ ഞങ്ങൾ മുട്ടാക്കോണ ഞങ്ങൾ ഇങ്ങനത്തെ സ്റ്റോറി ഞങ്ങൾ അങ്ങ് പരിപാടി കൊടുക്കും അങ്ങ് പിടിക്കരു ചിലപ്പ എങ്കിലും നിങ്ങളെ വായിൽ നിന്ന് കേൾക്കരുത് അങ്ങ് ഇഷ്ടപ്പെടുறாரு മനസ്സിലാക്കൂ. ഞങ്ങളെ മക്കളൊട്ടിക്കുള്ള സംബന്ധം യാറ ഉറക്കണുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറി എത്തുപാട്ടും. പിന്നെ ഈ ചന്ദമാമത്തെ സ്റ്റോറി ഇല്ലെങ്കിൽ കാർട്ടൂണിന്റെ സ്റ്റോറി ഇത് മക്കളെ ചമ്മ ഡിവേഷൻ ആക്കർ ചമ്മ ദൂര അള്ളാഹുരെ ഈ ദീൻ അതേപോലെ അള്ളാഹുരെ ഈ ദുനിയാവും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചതായോ ഈ
ഞങ്ങളെ ഈ ജീവനത്തിലുള്ളതായോ ഹക്കീക്കത്തിൽ നിന്ന് ദൂരാക്ബാട്ട് ഇങ്ങനത്തെ ടേൽ ഇങ്ങനത്തെ എന്ത് സ്റ്റോറി ഈ സ്റ്റോറി എല്ലാം ഉണ്ടല്ലേ മക്കളെ അങ്ങനെ മനസ്സರೋ ബ്രെയിനറോ അങ്ങനെ ചിന്തനರೋ അതേപോലെ അങ്ങനെ ചമ്മന മുന്തുള്ള അക്രമവാസന എല്ലാം ഉണ്ടാക്ബാട്ട് അതിൽ അപ്പൊ ഞങ്ങൾ എന്താക്കണോ ഹക്കീകത്തിതേ തിക്കറ് ഞങ്ങൾ ഒരു സ്റ്റോറി ചെന്തു മക്കളെ ഡിവിയേഷൻ ആക്കുവല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉദ്ദേശിക്കില്ല അള്ളാഹു ഖുർആനിൽ എന്ത് ചെന്നു ഈ സൂറത്ത് യൂസുഫിലെ നഹ്നു നഖുസ് അലൈക അഹ്സനൽ ഖസസ് നിശ്ചയമായിട്ടും നബിയെ നിങ്ങൾക്ക് ചെന്തണ്ട നല്ല കഥ അഹ്സനുൽ ഖസസ് സ്റ്റോറിങ്ങളിൽ വെച്ചത് നല്ലത് എന്തൊരു ചെന്നു നല്ല സ്റ്റോറി ഉണ്ടോ അല്ല ചെന്നല്ല സ്റ്റോറി കഥങ്ങളിൽ വെച്ചിട്ട് നല്ല തിരഞ്ഞ എടുത്ത് ചെന്നുകൊണ്ടുള്ള ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ എന്തിനല്ല ഇത് ആൽമാരോ നല്ലാക്കു വേണ്ടിട്ടുണ്ടാക്കിയ അജ്ജി കഥ അല്ല ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ ഈ ഖുർആൻറോ നിങ്ങൾക്ക് ഞങ്ങൾ ഇറക്കുന്നതിന് മുഖാന്തര ഞങ്ങൾ പഠിപ്പാട്ടിറ പിന്നെ അല്ലാഹു സുബ്ഹാനഹു ചൊന്നേ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ നബിയെ നിങ്ങൾ ഇതിക്ക് മുന്നല്ലോ ഗാഫിലീൻമാരെ കൂട്ടത്തിൽ എത്തിന്നെങ്കിൽ ഐത്തിന്നാറ് നിങ്ങൾ ഈ വിഷയത്തിൽ ഗഫലത്തിൽ ഇന്നാറ് എന്തൊരു ഈ ഗഫലത്ത് എന്തൊരു നബിക്ക് ഈ വിഷയത്തിൽ പിടിയില്ല അറിവില്ല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവില്ലാത്ത ആളായിട്ടെന്ത് അല്ലേ അല്ലാഹു സുബ്ഹാനഹു അലം നശ്റഹ ലക സദ്റക വവജദക ضالًا ഫഹദ അല്ലാഹു നിങ്ങളെ കണ്ട എന്തു പിടിയില്ലാത്തവണിത്ത് ضالًا ചെന്ന് തിരുതപ്പിയൊന്നുണ്ടല്ല ഉദ്ദേശിക്കുന്നത് ضالًا ചെന്ന് ഉദ്ദേശിക്കുന്നത് എന്തും അറിവില്ലാത്തവണിത്ത് അല്ലാഹു കണ്ട ഫഹദ ദീനുൽ ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് തന്ന അപ്പൊ ഈ സ്റ്റോറി നബി എന്തിനാക്കിയതല്ല സ്വന്തമായിട്ട് അയൽ തറഫിൽ നിന്ന് ഉണ്ടാക്കിയതല്ല അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ എന്തിനാക്കാം സ്റ്റാർട്ടിങ്ങിൽ ചൊല്ലാം അലിഫ് ലാം റ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൂറത്തിൽ കുറെ ഇങ്ങനത്തെ സൂറ ഉണ്ട് കുറെ ഇങ്ങനത്തെ സൂറ എങ്ങനെ സൂറ അവരമേ ഹുറൂഫുൽ മുഖത്ത ബിടി അക്ഷര ബിടി ചെന്നേ ഓരോ ಬೇರೆ ಬೇರೆ സെപ്പറേറ്റ് അക്ഷര ഈ അക്ഷരത്തെടുത്തിട്ട് അള്ളാഹു എവിടെയുള്ള ചെല്ലറ അതിൽ ചില ആൾമാർ മിസ്ഇന്റർപ്രിട്ടേഷൻ ആക്കാറ് ദുർവ്യാഖ്യാനം ആക്കാറ് അലിഫ് ചൊന്നി അള്ളാഹു ലാം ചൊന്നി ജിബ്രീൽ റാ ചൊന്നി റസൂൽ ഇല്ലെങ്കിൽ അലിഫ് ലാം മീം അലിഫ് ചൊന്നിട്ടെങ്കിൽ അള്ളാഹു ലാം ചൊന്നി ജിബ്രീൽ മീം ചൊന്നി മുഹമ്മദ് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനത്തിക്ക് എന്തില്ല ഖുർആൻ കൊണ്ട് തെളിയില്ല ഹദീസ് കൊണ്ട് തെളിയില്ല അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യന്മാർ മനസ്സിലാക്കിയത് അത് ഡിവിയേഷൻ എത്തിക്കര് തപ്പെത്തിക്കര് എന്തിനു നീ മനസ്സിലാക്കറു ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെല്ല ഇങ്ങനത്തെ ഹുറൂഫുൽ മുഖത്ത എടുത്തു ചന്ദ്രാണ് അവിടെല്ലാം എന്തിനു ചന്ദ്രു അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ദാലിക്കൽ കിതാബ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് കിതാബ് വിഷയമുണ്ട് ഖാഫ് വൽ ഖുർആനിൽ മജീദ് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ എവിടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അലിഫ് ലാം മീം പോലത്തെ ഈ ಬೇರೆ ಬೇರೆ അക്ഷരം എടുത്തു ചൊല്ലറ അവിടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ വിഷയമുണ്ട് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ നബിയെ നിങ്ങളെ മേൽ ഞങ്ങൾ ബർക്കത്താക്കപ്പെട്ടോ കിതാബ് ഞങ്ങൾ ഇറക്കിറ എന്തിനാ അവിടെ ഉദ്ദേശിക്കുന്നത് ചാലഞ്ച് എത്തിക്കര് അങ്ങോട്ടേക്കാക്കരുതായോ ചാലഞ്ച് എത്തിക്കര് ഈ ഹുറൂഫ് എടുക്കറു ഈ ഖുർആനിൽ എത്രല്ല ഈ ഹുറൂഫ് ಬೇರೆ ಬೇರೆ ചൊന്തു പോണ്ട അവിടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എത്ര ഉപയോഗിച്ചിട്ടാണ് അതല്ല അറബി ഭാഷയുടെ പാതി എത്തിക്കര് അവിടെ യൂസ് ആവര് അറബി ഭാഷയുടെ പാതി അവിടെ യൂസ് ആയിരുന്നു ചാലഞ്ച് എത്തിക്കര് നിങ്ങളെ മുട്ടുണ്ടു നിങ്ങൾ സുൽത്താൻമാർ ഈ അദബറോ ഈ ഭാഷറോ ഈ ഗദ്യത്തോ ഈ പദ്യത്തോ അറബി പദ്യത്തോ ഗദ്യത്തോ നിങ്ങൾ സുൽത്താൻമാർ ആ സുൽത്താൻമാർ എന്തുകൊണ്ട് ഈ ഖുർആന്റെ പോലത്തെ ഒന്നും കുമ്പറ സാധ്യല്ല നിങ്ങൾക്ക് ഇത് ഖുർആൻ അല്ലാഹുവിന്റെ തരഫിൽ നിന്ന് ഇതുപോലത്തെ നിങ്ങൾക്ക് കുമ്പറ കൊണ്ട് സാധ്യല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിക്ക് സംബന്ധപ്പെടാത്തോ ഏതെങ്കിലും ഒരു ബുക്കല്ല ഇറക്കിയോ ഈ ഭൂമിക്ക ഈ മനുഷ്യന്മാർക്ക് സംബന്ധപ്പെടാത്തോ ഇല്ലെങ്കിൽ ഇവിടെ എന്തും ഗുർത്തില്ലാത്ത പോലത്തെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ പച്ചയായിട്ട് പൽക്കവറതായോ ആ ഒരു ഭാഷയിൽ നിന്നുള്ള ഹറൂഫ് എടുത്തിട്ട് ചൊല്ലോ തിൽക ആയാത്തുൽ കിതാബ് ഇതേ തിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലോ ഇത് ഖുർആന്റെ ആയത്തെ തിക്ർ ഇത് ഖുർആൻ ആയത്തെ തിക്ർ ഈ ഖുർആൻ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരോ നേർമാർഗത്ത് കൊണ്ടിട്ട് തിക്കര് അതെന്തല്ല ആൽമാരോ എന്തെങ്കിലും നമ്മ ചൊന്തു അങ്ങനെ ഏതാ ഒരു ഭ്രമയിൽ നിപ്പാട്ടും പോലത്തെ ഒരു ബസ്തല്ല ഈ ഖുർആൻ മനുഷ്യന്മാരെ കണ്ണുറോ
തുറக்கிற ഒരു കിതാബ് തിക്കറി ചിന്തലത്. അപ്പൊ ഞങ്ങളെ വിഷയത്തേക്ക് വരും. ഞങ്ങളെ വിഷയം എന്താ ചൊന്നിട്ടെങ്കിൽ ഒരു ചെറിയ സൂചന. ഇൻഷാല്ല ഞാൻ ഇതിരെ ഒന്നുകൂടി തഫ്സീൽ ഞങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ ചെല്ലറ എങ്കിൽ ഞങ്ങ ഊടെ ಫ್ಯಾಮಿಲಿ ಚಿತ್ರಣ ಚೊಲಗುಲ್ಲದ ಉದ್ದೇಶತೆ ಕೊಂಡತು ഞങ്ങൾക്കുള്ള ടൈമറോ ഷോർട്ടേജ് പരിഗണിച്ചത് ഞങ്ങൾ എന്താക്കറ ಇದರ ವಿಷಯದಲ್ಲಿ ಮುಂದುವ ತಲೆ ಫ್ಯಾಮಿಲಿಯುമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എത്തിക്കറി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നിരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഈ വിഷയം പിടിയില്ല ಅಂತ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വഹി എത്തിക്കറി. ഈ കിതാബിൽ ಬಂದದಾയി വഹി എത്തിക്കറി സൂറത്ത് യൂസുഫിലുള്ളത്. അങ്ങ് എന്തിരമാ ചൊന്തു പോയിനാറ് ഇതിರ ಬನಿ ಇಸ್ರಾಯೇಲ್ ರಂಗ ಎಂದೆಲ್ಲ ಚೊಂದು പോയിനാറ്. യൂസുഫ് നബിയുടെ സ്റ്റോറി ആവട്ടു. ആ സ്റ്റോറി എടുത്തിട്ട് ജുലേഖയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ മുസ്ലിയാക്കന്മാർ ഉസ്താദുമാർ എത്രമാ ദിനഘട്ടലെ ജാമാന മനുഷ്യന്മാർ വർക്കില്ലാണ്ടാക്കിട്ട് അങ്ക് എന്റർടൈൻമെന്റ് കൊടുക്കുമ്പോഴത്തെ എൻജോയ്മെന്റ് കൊടുക്കുമ്പോഴത്തെ കുറേ മതപ്രസംഗ ആക്കിയിറങ്ങ. ഇത് മതപ്രസംഗല്ല, മതപ്രസംഗ. മത ചൊല്ലെ തലക്കേറിയ പ്രസംഗ എന്തല്ലേ അതെന്തേ ഖുർആനിൽ ചെല്ലാത്തോ പല വിഷയം ಅದಕ್ಕೆಲ್ಲ മസാല കൂട്ടിട്ട് ബനി ഇസ്രായേൽ ഞങ്ങൾ കിതാബിൽ നിന്ന് എടുത്തു കൊടുത്തോ അതെന്തും ഇതിൽ നിന്ന് ಬಂತಿಲ್ಲ. ഈ ഖുർആനിൽ അത് ഇപ്പൊ ചിലർ ഖുർആൻ ബാക്കിനോ കിതാബറോ മുന്നത്തെ കിതാബറോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപ്പി അടിച്ചിരോ ചൊന്തല നിലയ്ക്ക് എന്താക്കുന്നത് അപപ്രചാരാക്കുമ്പോൾ ചൊല്ലോ അതിൽ ಬಂದ മിസ്റ്റേക്സ് എന്തുകൊണ്ട് ഇതിൽ ಬಂತಿಲ್ಲ. അതിൽ ಬಂದದಾയോ വൾഗാരിറ്റി ചെന്നിട്ട് അതിൽ ಬಂದ അശ്ലീലത്തെ എന്തുകൊണ്ട് ഇതിൽ വന്നല്ല. അതിൽ ನಿಂತಿಲ್ಲ ಎಂದ್ರ ಚೊಂದಿന്റെ ഒരു ಒಂದಾನೊಂದು ಕಾಲದಲ್ಲಿ ಒಬ್ಬ ರಾಜನಿದ್ದ ಚೊಂದ പോലത്തെ സ്റ്റൈൽ എന്തുകൊണ്ട് ഇതിൽ വന്നില്ല. അതേ തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോജിസത്ത് എടുത്ത് ചൊല്ലറോ ഇവിടെ ഇതാറല്ല നബിയെ നിങ്ങളെ ബലത്തെ കൈ കൊണ്ട് നിങ്ങൾ എഴുതിയ ആളല്ല. നിങ്ങൾ ಇದಕ್ಕೆ മുന്നേ ഒരു കിതാബ് ഓതിയ ആളല്ല. ഈമാൻ എന്തിനാ നിങ്ങൾക്ക് ಬಿಡಿಲ್ಲ ಅಂತ. ഇത് അല്ലാഹുവിന്റെ നൂർ ಐತಿക്കറ്. ഇത് അല്ലാഹു തന്നെ നിങ്ങൾക്ക് ഇട്ട തന്ന ഈമാൻ ಐತಿക്കറ്. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾ ഇതിരെ നേർമാർഗത്തിൽ കൂട്ടിപ്പോണ്ട ചിന്തലതായോ അള്ളാഹു ആ പ്രയോഗ ബರೋ ಕಾರಣ ಅಂದ್ರೆ ഇങ്ങനത്തെ ആൾമാർ ഉണ്ടാക്കിற ഇത് ചില ഇണ്ടും നിങ്ങൾ ആരോട്ടിക്ക് പൽക്കവരി പോണ്ടേ ക്രിസ്ത്യനങ്ങളോട് പൽക്കവരി ചില ആൾമാർക്ക് ഇങ്ങനത്തെ ധാരണ ഉണ്ടു ಅಂದ್ರೆ അത് ബൈബിൾ കോപ്പി ഖുർആൻ ಅವಕ್ಕೂ ಎಲ್ಲ ಒಂದೇ ഒരേ പോലെ ചൊന്തു ചൊല്ലുമ്പോൾ കുറെ മുസ്ലിം നാമധാരിമാരുള്ളാർ ബൈബിൾ കോപ്പി അല്ല. ബൈബിൾ ಬೇರೆ ബൈബിൾ പാതാളത്തിലിരിക്കുമ്പോൾ ഇത് ആകാശത്തിലുള്ളേ. അത്രക്കും വ്യക്തമായ ശുദ്ധമായോ പവിത്രമായോ ഗ്രന്ഥത്തിക്ക് ഈ ഖുർആൻ ചൊല്ലുന്നത് മനസ്സിലാക്കുക. ഈ ഒരു വ്യഭിചാരമായി ബന്ധപ്പെട്ടിട്ട് ഒരു സീൻ വ്യഭിചാരം സംഭവിക്കുക പോണതുള്ളതായോ ഒരു സീൻ ഈ സൂറത്ത് യൂസുഫിൽ കാട്ടു. അതിൽ എന്ത് ചന്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നെ ചൊല്ലിന്റെ ഒരു മനുഷ്യ അത് ഓതുമുണ്ടല്ലേ ഒരു കാമഭാവന ബണ്ടില്ല. അവനക്ക് അതിൽ പാഠഭാവകമേ അവനക്ക് മനസ്സിലാവരെ ഇതിൽ പഠിക്കുകൊള്ള ഭാഗമേ മനസ്സിലാക്കുന്നവർ അതെന്താവല്ല. നേരെ മറിച്ചിട്ട് ചില ഭാഗമുണ്ടു എസേക്കിയേൽ ചൊല്ലുന്ന ചില ചാപ്റ്റർ ഉണ്ടു ഏതില് ബൈബിളിൽ അത് ഞങ്ങൾ അതെന്താക്കില്ല മക്കളെ മുന്നിൽ ഓതൊക്കെ തീരാത്തത്ര അത്ര വൾഗാരിറ്റി അതിലുണ്ടു. അതുകൊണ്ട് തെറ്റിക്ക് ജോർജ് മണ്ണാട് ചൊല്ലുന്നു ഭൂമിയുടെ മേലുള്ള അത്യന്ത ഡേഞ്ചറസ് ബുക്ക് ബൈബിൾ എത്തിക്കരുത്. കാരണം ഇത് കാട്ടിട്ട് ചില ആൾമാർ അങ്ങനെ മക്കളെ ഡിവേറ്റ് ആക്കിറാറ്. ചില ആൾമാർ സ്വന്തം മക്കളെ കൂടെ മിസ്യൂസ് ആക്കിറാറ്. ഇതിൽ ചില ചാപ്റ്റർ കാട്ടിത്തെത്തിക്കറ് ദേവരുടെ കിതാബിലേ ഇങ്ങനെ ഉണ്ട് ചുന്തുള്ള നിലക്ക് എന്താക്കരെ അങ്ങനെ ഫാദരിമാർ കൂടെ അങ്ങനെ സാധാരണ ആൾമാർ മിസ്യൂസ് ആക്കിറാറ്. അതുകൊണ്ട് തെറ്റിക്കറ് ഡേഞ്ചറസ് മോസ്റ്റ് ഡേഞ്ചറസ് ബുക്ക് ഓൺ ദി എർത്ത് ചൊന്തു ജോർജ് മണ്ണാർ ചൊല്ലുന്നു. അപ്പൊ ഖുർആന്റെ വിഷയത്തിൽ ഇണ്ടത്തോൾ ആരെങ്കിലും ചെന്ന് തിന്നെങ്കിൽ ಅದರ ಪ್ರೂವ್ ಆಗ್ತದೆ ಉಣ್ಣಾಕಾಮವ್ರ ಅಲ್ಲ. ಬೈಬಲ್ ವಿಷಯದ ಚೊಂತಾಂಬ ಅಲ್ಲ ಅದು ಮೋಸ್ಟ್ ಡೇಂಜರಸ್ ಬುಕ್ ಅಲ್ಲ. ಬಾರಿ ಅವರು ಕಾರುಣ್ಯತ ಬುಕ್ ಚೊಂತ ಪ್ರೂವ್ ಹಾಕುವ ಆರು ಉತ್ತರದಲ್ಲಿ ಮುಂದೆ ಬಂತಿಲ್ಲ ಹೆಂಗಿಲ್ಲ. ഖുർആൻ അങ്ങനെ എത്തിക്കരു ടെററിസം എത്തിക്കരു ഖുർആനിൽ തീവ്രവാദ എത്തിക്കരു ചൊഞ്ചോളം ബത്തുക ಅದರ വിഷയത്തിൽ എത്ര സിംപോസിയം എത്ര സ്റ്റേജ് പ്രോഗ്രാം എത്ര പബ്ലിക് പ്രോഗ്രാം ചാലഞ്ച് എത്ര ഡിബേറ്റ് നടന്നത്. അതുകൊണ്ട് തെറ്റിക്ക് ഈ ഖുർആന്റെ മഹത്വം ഉള്ളത്. അപ്പൊ സഹോദരന്മാരെ അപ്പൊ ഇങ്ങനത്തെ ഒരു കിതാബിലു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തും മനുഷ്യന്മാർക്ക് തിരുത്തപ്പാട്ടും പോലത്തെ വിഷയപ്പിച്ചിട്ടില്ല. ഇനിയുള്ളത് അള്ളാഹുറെ റസൂൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമറെ വിഷയത്തിലെത്തിക്കൽ ചൊല്ലുകൊല്ലത് അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയൽ അബ്ബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമರ ഖേലയിൽ നിന്ന് വന്നതായോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വെച്ച് അനുഭവിക്കുന്നതായോ അയാൾക്ക് സാന്ത്വന കിട്ടിയിട്ടുണ്ടു. കാരണം ഇബ്രാഹിം നബിರೋ പുല്ലി ಐತುಲ್ಲೋ പുല്ലിರ ಮೋಣ ಐತುಲ್ಲೋ ಚಲ್ಲಿ ಚೊಲ್ಲೇ
ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് വന്നോ ಅನುಭವ ಅದು ಎತ್ತರ വലിയൊരു ಅನುಭವ ಐತಿಕ್ರಿ ಆ ಅನುಭವ ನಿಮಗೂ ಆಯದಲ್ಲಿ വലിയൊരു ವಿಶೇಷತೆ ಎಂದೂ ಇಲ್ಲ ಸ್ವಂತ ಕುಟುಂಬದಲ್ಲಿ ನಿಂತ ಇಂಗಂತ ಅವರು ದುರನುಭವ ಅಯಲ್ ಕೈ ತಿಂದಂತೆ ನಿಂಗೆಲ್ಲ ಸ್ವಂತ ಖಾನ್ದಾನ್ ನಿಂತುಂಡಾಯಿರೋ നിങ്ങളെ കബീലത്തിൽ നിന്നുണ്ടായിരുന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കുണ്ടായത് സ്വന്തം അബ്ബരെ മക്കൾ നിന്നേ ഉണ്ടായത് തിക്രി ചൊന്തലത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പൽക്ക പറ സ്റ്റൈൽ നോക്കും നിങ്ങൾ ഞാൻ എപ്പം ഞാൻ നസീഹത്താക്കിയോണ്ട് പോയിട്ടുണ്ടെങ്കിലും അത് എത്ര എഫക്റ്റ് ആവില്ല ചിലപ്പോൾ ഞാൻ എന്താക്കും നിങ്ങൾക്ക് സ്റ്റോറി ടൈപ്പിൽ പൽക്ക വരും അപ്പൊ എന്താ വരും നിങ്ങൾക്ക് നിങ്ങൾ ചമ്മ ദുനിയാവിൽ ബിസി ഇല്ലങ്ങ നിങ്ങളോട്ട് ഞാനൊരു കഥ ചൊല്ലുറേൻ ചൊന്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഏഴ് എന്തിനാ കഥ ചൊല്ലു ചൊന്തല്ല നിങ്ങൾ കേൾക്കുற അതിൽ എന്തൊരു പാട്ട പഠിക്കൊണ്ട് ചൊന്ത് നിങ്ങൾ എന്താക്കുന്നത് ചിത് കേൾക്കുறாரு അങ്ങനെ കേട്ടിട്ടാകുമ്പോ നിങ്ങൾ അതിൽ എന്താക്കുന്നത് ಬೇರೆಂಕು ചൊല്ലു അതിലെന്തെങ്കിലും തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുறாரு അപ്പൊ ചിലപ്പോ നടുനടു സ്റ്റോറി പൽക്ക വരും ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മൊത്തം സ്റ്റോറി ഉണ്ടല്ലേ ഊടെ സ്റ്റോറി ചൊല്ലുற ഇത് സ്റ്റോറി ചെന്നെന്തിരെ ഇത് ചരിത്ര എത്തിക്കರು ഇതെന്തിരെ കഥ മാത്രല്ല ഇത് സത്യ കഥ ചൊല്ലുല്ലേ ട്രൂ സ്റ്റോറി ಆಯ್ತಿಕ್ರ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಇದ್ರ ಚೊಲ್ರು ಅದಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂಕು ಇದರ ಮುಂದೆ ಎಂದೂ ಬಿಡಿಲ್ಲ ಅಂತ ಅಲ್ಲಾಹ್ ಹರಿಬಾಟಿ ಕೊಡ್ತದೆ ತಿಕ್ರಿ ತಿಲ್ಕ ಆಯಾತುಲ್ ಕಿತಾಬುಲ್ ಮುಬೀನ್ ವ್ಯಕ್ತമായ ಕಿತಾಬರೋ ഒരു ആയത്തിനെ തിക്രി ಇದರ ಸುರೂಕ್ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಚೆಂದ್ರೆ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್ റഹ്മാനായ റബ്ബറോ റഹീമായ റബ്ബറോ ആയ അല്ലാഹുറോ പേര് കൊണ്ട് തിക്രി തുടങ്ങറോ റഹ്മാനും റഹീമറോ ഗുർത്തില്ലാണ്ട് നിങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ സാധ്യല്ല റഹ്മാനും റഹീം ഗുർത്തില്ലാത്ത മക്കത്തെ മുശ്രിക്കുകളോ അഖീദ ചൊല്ലാമാർ നിങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ സാധ്യല്ല റഹ്മാന്റെ ഗുർത്തില്ലാത്ത സബലത്തിക്കര് അങ്ങനെ കയ്യിൽ ഷിർക്ക് ಬಂದರೋ റഹീമರ ഗുർത്തില്ലാത്ത സബലത്തിക്കര് ಅಂಕ ഷിർക്ക് ಬಂದರೋ അങ്ങനെ അഖീദത്തിൽ ഫസാദ് ಬಂದರೋ അങ്ങനെ അമൽ ബർബാദായിരോ ചെന്തലത് പഠിപ്പാട്ടാമാർ നിങ്ങൾക്ക് അലിഫ് ലാം മീം സ്റ്റാർട്ട് ആവില്ല അലിഫ് ലാം മീം സ്റ്റാർട്ട് ആയിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിൽക ആയാത്തുൽ കിതാബുൽ മുബീൻ വ്യക്തമായോ കിതാബറോ ആയാത്തുങ്ങ തിക്കര് നിങ്ങളെ മുന്നൽ ഓദിക്കേ പാട്ടല്ല അവരത് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ ചൊന്ന ഈ ഖുർആൻറോ മഹത്വത്തെ എടുത്തു ചൊന്ന പിന്നെ ചൊന്ന ഇന്ന അൻസൽനാഹു കേക്കറോ ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ നിശ്ചയമായിട്ടും ഞങ്ങൾ തിക്കറി ഈ ഖുർആൻ ഇറക്കിയോ ഈ ഞങ്ങൾ ചൊല്ലുകൾ കാരണം ಅಂದ್ರೆ ഈ ವಿ ಇಂಗ್ಲಿಷ್ ವಿ ಚೊಲ್ರು ಅದಕ್ಕೆ ರಾಯಲ್ ವಿ ಚೊಲ್ರು ಪ್ರತಿಷ್ಠೆರೋ ನಾವು ಪ್ರತಿಷ್ಠೆ ഒരാളെ പ്രതിഷ്ഠ ചൊല്ലുന്നതായോ നാവ് ചൊല്ലി ഞങ്ങ ഈ നാവല്ല കന്നഡത്തെ നാവ് അപ്പൊ ഈ നാവ് ചൊന്തില്ല അള്ളാഹുರ ಪ್ರಯೋಗ ഞങ്ങ ചൊന്തില്ല ಈ ಪ್ರಯೋಗ ಡಬಲ್ ಅಲ್ಲ ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಡಬಲ್ ಪ್ರಯೋಗ ಹಾಕಿರಲ್ಲ ചില മാർ ಇಂಡು ಅರ್ಥ ಹಾಕಿರಾರು അള്ളാഹു ഒന്നര കാണ ಯಾರುಂಡು ചൊന്തില്ലതായോ ഇല്ലെങ്കിൽ ഒന്നര കാണ മാബൂദರಂಗ ഉള്ളರು ചൊന്തില്ലത് ഖുർആനിൽ ഉണ്ട് നഹനു ഇന്നാ അൻസൽനാഹു ഇതിര ഞങ്ങ ഇറക്കിരാൻ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിലയ്ക്ക് നിങ്ങളോട്ട് മുണ്ടർ നോക്കൂ ചില വിഷയത്തിൽ എവിടെങ്കിലും തപ്പക്ക് സാധ്യത ഉണ്ട് ചെന്ന ജാഗയിലുണ്ടല്ലേ അള്ളാഹു ഈ റോയൽ പ്ലൂറൽ യൂസ് ആക്കിയിട്ടില്ല ഈ ಬಹುವಚನ യൂസ് ആക്കിയിട്ടില്ല എന്തിനാ നിങ്ങൾ മനസ്സിലാക്കൂ ഉദാഹരണക്ക് നന്റെ ഇബാദത്ത് എടുക്കറോ ചൊല്ലോടെ ഞങ്ങളെ ഇബാദത്ത് എടുക്കറോ അള്ളാഹു എവിടെയും ചൊല്ലാണ് അവിടെ ഖുർആനിൽ എവിടെയും കാണല ഞങ്ങളെ ഇബാദത്ത് എടുക്കറോ ഫഅബ്ദൂനന ഞങ്ങൾ ഇബാദത്ത് ചൊല്ലില്ല ഇതിൽ ഞങ്ങൾ ഇറക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ വിശേഷിക്കുന്ന ഇബാദത്ത് ഫഅബ്ദൂനി നിങ്ങൾ എന്തെടുക്കറോ നന്റെ മാത്രം ഇബാദത്ത് എടുക്കറോ അപ്പൊ ഇബാദത്ത് അല്ലാഹു മാത്രം ഖാസ്സാണ് ചൊല്ലുന്ന നിലയ്ക്ക് അല്ലാഹുവിന്റെ റോയൽ ഉപയോഗിക്കത്തില്ല ഊടല്ല അതെന്താ അർജുനന്റെ ചില ആൾമാർ പൽക്ക പറയല്ലേ ഹം ദേഖ്നാ ചാത്തെ ഹേ ചൊല്ലുന്ന ചൊല്ലല്ലേ പ്രയോഗം ഉണ്ടല്ലേ ഞങ്ങൾ നോക്കോ അറിയാം ഈ ഞങ്ങൾ ചൊന്നാറ് ഈ മനുഷ്യൻ മാത്രം ചില റോയൽ ഫാമിലി ഞങ്ങൾ പൽക്ക പറയാറ് we want to see ചിന്തന നിലക്കുള്ള പ്രയോഗിക്കൽ അപ്പൊ ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രം എത്തിക്കരുത് ഇന്ന അൻസൽനാഹു ഇതിൽ ഞങ്ങ ഇറക്കിറ ഈ ഖുർആനൻ അറബിയൻ എങ്ങനെ ഇറക്കിറോ ഖുർആൻ ഇറക്കിറ എങ്ങനത്തെ ഖുർആൻ അറബി ഭാഷയിലുള്ള ഖുർആൻ എന്തുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ ഇറക്കില്ല എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു അറാമിയ ഭാഷയിൽ ഇറക്കില്ല ഹിബ്രു ഭാഷയിൽ അല്ലാഹു ഇറക്കില്ല കാരണം അതിലെന്താ ഒരു ആ ഭാഷയിൽ ചമ്മനമത്തുല്ലേ ഇത് സംഭവിച്ചിരു ചമ്മനമത്തുള്ള ജീർണത്തെ സംഭവിച്ചിരു ശിഥിലത്തെ സംഭവിച്ചിരു ശൈഥില്യം സംഭവിച്ചിരു ഖുർആൻക്ക് മാത്രമേ ഖുർആന്റെ ഭാഷയ്ക്ക് അറബിക്ക് മാത്രം എന്തില്ല ശൈഥില്യം സംഭവിച്ചിട്ടില്ല ലഅല്ലകും തഅഖിലൂൻ നിങ്ങ അഖലുല്ലങ്ങാവണക്കു അപ്പൊ വേറെ ഭാഷയിൽ ഇങ്ങനത്തെ ഒരു അഖലുക്ക്
ಚಾನ್ಸಸ್ ಇಲ್ಲ ಅಂತ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವತಾಲ ಈ ಭಾಷೆ ಪ್ರಯೋಗಿಸಲ್ರ. ಅಪ್ಪ ನಂಗೆ ಅರಬಿ ಭಾಷೆ പഠിക്കില്ല ಅದರ ಅರ್ಥ ಅಂದ್ರೆ അക്കൽ ഞങ്ങളൊട്ടിಗೆ ഇല്ല. ഞങ്ങൾ അക്കൽ നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടു. അറബി ഭാഷ പഠിക്കരു, അറബിയുടെ മഹത്വം മനസ്സിലാക്കി നിങ്ങൾ അക്കൽ നല്ല സുദൃഢമാവൊരു ചുന്തലത് മനസ്സിലാക്കരു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ಬೇರೆ എന്തും ഇതിൽ ചൊന്നും പോയില്ല. ಬೇರೆ ഏത് ഭാഷയിലും അള്ളാഹു മുണ്ടിത്തില്ല. മുണ്ടിരമേ അറബി ഭാഷയിലെത്തിക്കരു. നഹ്നു നഖുസ് അലൈക അഹ്സനൽ ഖസസ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ലോ, ഞങ്ങൾ അത്യಂತ നല്ലതായോ കഥകളെ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ബിമാ ഔഹൈന ഇലൈക ഹദൽ ഖുർആൻ, ഈ ഖുർആൻ ರೋ ವಹಿ ತಂಡದ ಮುಖಾಂತರ ವೈನ್ ಕುಂತ ಮಿನ್ ഖബ്ലി ലമിനൽ ഗാഫിലിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലോ, നബി ഇതിക്ക് മുന്നേ നിങ്ങൾക്ക് ആരും ചൊന്തಂತಿಲ್ಲ, നിങ്ങൾക്ക് ബനി ഇസ്രായേൽ നിന്നുള്ള വിഷയ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇത് അല്ലാഹുവിന്റെ തരഫിലില്ല ಅಂತ അല്ലാഹ് മാർ ಬೇರೆ ಯಾವತ್ತೂ നിങ്ങൾക്ക് കിട്ടോ പോയിട്ടില്ല ചൊന്തലത്. ഇനി ഉള്ളത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഡയറക്റ്റ് സ്റ്റോറി. ഇദ് ഖാൽ ഇദ് ഖാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സഡൻ എന്താക്കರೆ ഒരു ಮ್ಯಾಟ್ರಿಗೆ എടുക്കರು. ಇಸ್ ನೀವು ಓರ್ಕರು ನೆನಪಾಕರು. ഇപ്പൊ ഉദാഹരണം നിങ്ങളുടെ മുന്നല്ലോ നിങ്ങളെല്ലാവരും ഉറക്കു തൂക്ക് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു ചൊല്ലുമ്പോ നിങ്ങൾ ചെയർ അപ്പുറാക്കി പോലും. അപ്പൊ നിങ്ങളെല്ലാം എന്തായാലും ഒരു മാറ്റർ സഡൻ ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾ എന്താക്കിയാറ് നിങ്ങളെ ആ ഒരു കോൺസെൻട്രേഷന്റെ ಶ್ರದ್ಧೆರು ಗಮನத்தை പിടിച്ചെടുക്കವರು. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವತಾಲ ಡೈರೆಕ್ಟ್ ഒരു സ്റ്റോರಿಗೆ കിടക്കರೆ ಒಂದಾನೊಂದು ಕಾಲದಲ್ಲಿ ಚುಂತಲ್ಲ. ಈಸ್ ಕಾಲ ನೆನಪಾಕೋರು ഒരു സന്ദർഭ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സന്ദർഭം. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊരു സ്റ്റോറി ചൊല്ലുക മുന്നല്ലോ ആ കുടുംബത്തെ ഒരു ചെറിയൊരു ചിത്രമാണ് ചൊല്ലുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമರ ഉമ്മരെ മാത്രല്ല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മങ്ങിലേರು. അയാള് രണ്ട് പിഞ്ഞായിമാർ മാത്രമേ യാറത്തെ പിഞ്ഞായിമാരും ഉള്ളാറ് ചൊന്ത അഭിപ്രായം ഉണ്ട്. ಬೇರೆ പിഞ്ഞായിമാർ ಇಂತುം ഈ 10 മക്ക ഒരു പിഞ്ഞാരിൽ നിന്നും ചൊല്ലുற അഭിപ്രായക്കാർ ഉള്ളാറ്. 1.5 ಯಾರ പിഞ്ഞായിമാരതിത്തിക്കറ് ആ 10 മക്ക അതില് 2 മക്ക ಬೇರൊരു പിഞ്ഞായിരതിത്തിക്കറ് ഒട്ടിಗೆ 12 മക്കളോ വിഷയത്തിക്കറ് ഖുറാനിൽ സൂചന കണ്ടത്. അതിൽ സുറൂത്തെ ഏറ്റവും ചെറിയ പിഞ്ഞായൊരു മക്ക ആയ കാരണത്തിലെത്തിക്കറ് ആ മക്കളൊട്ടിಗೆ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു പിർസപ്പാട് ചൊന്തല നിലക്ക് ആൾമാരെന്താക്കിറാറ് ബിയാരിച്ചിറാറ്. അത് ഒരു അഭിപ്രായ വിചാരിക്കാം. അതിലേക്കാണ് പ്രബലമായ അഭിപ്രായ ഈ മക്കളെ ഉമ്മ മൗത്തായിരു ಎಂದ್ರೆ ಈ ಮಕ್ಕಳ ಉಮ್ಮ ಮೌತಾಯ ಸಬಲು ಆ ಮಕ್ಕಳೊಟ್ಟಿಗೆ ತೆಲ್ಲಿ ಯಾರ ವಾತ್ಸಲ್ಯ ಯಾರ ಪಿರ್ಸಪಾಡು ಇಂತು ತೆಲ್ಲಿ ಕ್ಯಾರ್ ಯಾರ ಮಿಂತು ಅದು ಮಕ್ಕ ಮಿಸ್ಅಂಡರ್ಸ್ಟ್ಯಾಂಡಿಂಗ್ ಹಾಕಿರಾರು. ಆರ ಮಕ್ಕ ನಬೀರ ಮಕ್ಕ ಅಲೈಹಿ സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമರ മക്ക ಮಿಸ್ಅಂಡರ್ಸ್ಟ್ಯಾಂಡಿಂಗ್ ಹಾಕಿರಾರು. അപ്പൊ ഒന്നാമത്തെ സ്റ്റോറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ കണ്ടോണ്ടുള്ള അബ്ബ ഇങ്ങനെ നടുവിലുള്ള ചില ഈ അസ്വാരസ്യങ്ങ കണ്ടിട്ട് മനസ്സിലാക്കി അബ്ബ ഇതിരെ എപ്പം ഗമന കൊടുക്കൂ, ഇതിലെന്തോ അനാಹುತ സംഭവിച്ചിരണ്ട ചുറ്റത്. അപ്പൊ നിങ്ങൾ എന്തിനാക്കണോ, നിങ്ങളെ മക്കൾ നടുലു അന്യായമ അല്ലെങ്കിൽ നിങ്ങളെ മക്കൾ നടുലു എന്തെങ്കിലും അക്രമമ നടന്നുകൊണ്ടിരുന്നെങ്കിൽ അതിന് നോക്കിയിട്ട് മുണ്ടത് ಹೋಗು നിങ്ങൾ ആവല നിങ്ങൾ അങ്ങനെ ആക്കോ തീര എപ്പം നിങ്ങൾ ഇടപെടണു. മക്ക മെത്തി നിങ്ങൾ തീർക്കൊരു ചൊന്തല്ല ಬಿಡ್ರೋ ಅದರ ಸೊಲ್ಯೂಷನ್ മക്കൾക്ക് ചൊന്തു കൊടുക്കൂ. ഡയറക്റ്റ് നിങ്ങൾ ഇന്റർഫിയർ ആവറു. ಇದೇ ತಿಕ್ರಿ ಕೂಡ ಮನಸ್ಸಲಾಕೊಳ್ಳದು. ഒരു ചെറിയ കിടാവ് ಬಂತು ചെಲ್ರೋ ಅಬ್ಬರೊಟ್ಟಿಗೆ ಚೆಲ್ರೋ. ಇದು ಕಾಲ ಯೂಸುಫ್ ಲಿ ಅಬೀಹಿ ಯೂಸುಫ್ തന്റെ അബ്ബറൊട്ടിಗೆ ചെല്ലുന്ന സന്ദർഭ യാ അബത്തി ഏതാണ്ട് പിർസത്തബ്ബ. അപ്പൊ വിൽപ്പാട്ടു പഠിപ്പാട്ടിയോ മക്ക അബ്ബറെ എങ്ങനെ വിളിക്കുന്നു ചെന്ന് പഠിപ്പാട്ടു. അന്യ സമുദായത്തെ കൾച്ചർ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിരണ്ട. വിളിപ്പാട്ടത് പഠിപ്പാട്ടರು. ഇസ്ലാമರೋ ചരിത്രರೋ നിങ്ങൾ മനസ്സിലാക്കರು. ഇസ്ലാമರೋ കൾച്ചർ നിങ്ങളെ ലിക്കട്ട് ಅದರ ವಿಷಯದ ಅಭಿಮಾನ ನಿಂಗೊಳ್ಳರು. ಮಕ್ಕ ಬಿಲ್ಪಾಟ್ರು ಇಂಗನೆ ಯಾ ಅಬತಿ ಚಂತು ಏನೆಂಡ ಪಿರ್ಸತ್ತಬ್ಬ അബ്ബാന്റെ വിളിപ്പാട്ടರು ഞങ്ങളെ കൾച്ചർ എത്തിക്കര്. പല ആൾമാർ എന്താക്കരെ ഞങ്ങ ഒരു ഉന്നത കൾച്ചറുള്ള ചൊന്തു ഡാഡിന്റെ വിൽപ്പാട്ടാറ് മമ്മിന്റെ വിൽപ്പാട്ടാറ്. ആ വിൽപ്പാട്ടിದ್ರೆ ಸರಿ ತಪ್ಪರೆ ನಿಂಗಮೇ ಆಲೋಚನೆ ಹಾಕೋರು ಎತ್ತರತೋರು ഞങ്ങളെ കൾച്ചർ ഇഷ്ടപ്പെടുற അബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗ ആക്കിയോ അബ്. അതേപോലെ അബ് അബ്ബ ഉമ്മ ബിൽപ്പാട്ടರು. ಅದೇ ತಿಕ್ಕರಿ ഖുർആനിലുള്ള പ്രയോഗ ಅದೇ ತಿಕ್ಕರಿ ഞങ്ങളെ കൾച്ചർ. ആ കൾച്ചറെ ಬಿಟ್ಟು ഞങ്ങ ബാക്കി ഞങ്ങളെ കൾച്ചർ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ബാബ മാമ ചുന്തലത് അതിൽ പണ്ട് ഈ ബാബ മാമല എന്തുണ്ട് അബ്ബു ചുന്തല പ്രയോഗമുണ്ട്, മാമ ചുന്തത്തില് ഉമ്മ ചുന്തല പ്രയോഗമുണ്ട്. എന്തിലുള്ള ഈ ഡാഡി മമ്മി ചുന്തലതുണ്ടല്ലേ അത് ഞങ്ങളതല്ല. നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് അത് നിങ്ങളെ ഇത് ചിന്തനಕ್ಕೆ ನಾವು ಬಿಟ್ಟುಬಿಟ್ರೆ ಅಪ್ಪ ಯಾ ಅಬತಿ ಏನಂደ ಪಿರ್ಸತ ಅಬ್ಬ ಎಂತ ಚೊಲಂಬುತ್ತುಗು ಆ ಅಬ್ಬರೊಟ್ಟಿಗೆ ಎಂದ್ರೆ ಚೆಲ್ರು ಕಿಡಾವುಕು ವರ್ಕರ ಕಣ್ಣಲ್ಲಿ ಎಂದ್ರಮ್ಮ
ഉറക്കില് കിനാവുലു എന്തിനമ്മ സംഭവിച്ചത്, എന്തിനമ്മ കണ്ടെത്താകുമ്പോഴത്തേക്കും അത് ഒരു സാധാരണ പോലെ കണ്ടെത്തില്ല. അത് അബ്ബറൊട്ടിക്ക് ബന്ധു ചൊല്ലും പോലത്തെ മക്ക ഉണ്ടാക്കറു. എന്ത് സമസ്യ ഉണ്ടായിട്ടെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും സമസ്യ ഉണ്ടായിട്ടെ ആ സമസ്യ തീർക്കുന്നത് പറത്തിൽ പോയിത്തല്ല അങ്ങനെ സമസ്യ തീർക്കൂല്ലേ. അബ്ബറൊട്ടിക്ക് ബന്ധു ഉമ്മറൊട്ടിക്ക് ബന്ധു അങ്ങനെ സമസ്യ തീർക്കണു. ഈ ഖുർആന്റെ ആയത്നങ്ക വഴിപാട്ടു ಆ ಕಿರಾವು ಎಂದ್ರೆ ಬಂತು ಚೊಂತು ಕಿರಾವು ಕೇಂದ್ರಮ್ಮ ಅವರು ಅವರು ವಿಶೇಷಮೈತು ಕಂಡದ್ದು ಕಿನಾವುಲು ಆದ್ರೆ ಕಂಡದ್ದು ಬಂತು ಚೊಂದಂದ್ರು ಅಬ್ಬರಡು ಯಾ ಅಬತಿ ಇನ್ನೀರ ಆಯ್ತು ನಾನು ಕಿನಾವುಲು ಕಂಡ್ರಬ್ಬ ಅಹದ ಆಶರ ಕೌಕಬನ್ 11 ನಕ್ಷತ್ರతో ವಶಂಸ್ ಸೂರ್ಯತೆ ನಾನು ನೋಕ್ಯ ವಲ್ ಕಮರ್ ಚಂದ್ರತೆ ನೋಕ್ಯ ಎಂದ್ರಾಕಿಂಡುಳ್ಳರು ರഅಯ್തുഹും ലി സാജിദീൻ അങ്ങനെ നക്ക് സുജൂദിട്ടുള്ളರು. അങ്ങനെ നാ കണ്ട ഇത് കണ്ടെത്താകുമ്പോഴത്തേക്കു ഈ വിഷയച്ചൊന്നെ ഒരു വിശേഷമായ സ്വപ്നാലോ വിശേഷമായ കിനാവ് ആ കിനാവറോ എന്തിനാക്കി ചൊന്തു അബ്ബ അതിരെ വിഷയകലനാക്കി കൊടുക്കറോ എന്തിരെ എങ്ങനെ വേണു ചൊന്തലത് കിനാവ് ഉണ്ടല്ലേ. കിനാവರ ವಿಷಯ ಸಂಬಂಧಪಟ್ಟಿದ್ದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಿಂಗ ಎಲ್ಲ ಕಿನಾವು ಕಂಡದು ನೀ ಇನ್ನೊರ್ತ ಕರಿಬಾಟುತ್ತೀರಾ, ಬೆಡ್ಕ ಕಿನಾವು ಕಂಡಟ್ಟೆ ನಿಂಗೆ ಇನ್ನೊರ್ತ ಕರಿಬಾಟುತ್ತೀರಾ. ಆ ಬೆಡ್ಕ ಕಿನಾವು നിങ്ങൾ ഇന്നൊരുത്തക്ക് അരിപാട്യത്തോട് കൂടിത്ത് അത് ഹക്കീക്കത്താവ് സാധ്യത ഉണ്ട്. അതുക്കുള്ള പ്രൂഫ് ഇതേ സൂറത്തിലുണ്ട്. ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ പോയി തെത്തിര്, ജയിലിക്ക് പോയി തെത്തിര്. ആ ജയിലിലുള്ള അയാൾ ഇൻമേറ്റ് സംഘ ജണ്ടാല് ಅಂಕ ವನ್ನ ಕಿನಾವರು ಬಂತು ಚೊಲ್ರಾರು. ಆ ಕಿನಾವು ಕಂಡು ಚೊಂತಾಮತ್ತಿಗೂ ಅಯ್ಲಾದ್ರೆ ವ್ಯಾಖ್ಯಾನ ಚೊಲ್ರು. ಇನ್ಶಾಲ್ಲ ಆದ್ರೆ ನಂಗೆ ಪಿನ್ನ ತಫ್ಸೀಲ್ ಮನ್ಸಲಾಕುವ ವ್ಯಾಖ್ಯಾನ ಚೊಲ್ರು. ವ್ಯಾಖ್ಯಾನ ಚೊಂತಾ ಇಪ್ಪತ್ತು ನಂಗೆ ಬೇಗ ಜಾರ್ರಾರು ನಂಗೆ ಬೆರೆದು ಚೊಂದ್ರಿ ನಂಗೆ ഒരു തമാശ കിനാവ് കണ്ടാറ്. ഈ അത് വ്യാഖ്യാനം കിട്ടിത്താമത്തു അത് തിരിച്ചടി ഉണ്ട്. അങ്ങ് വലിയൊരു എഫക്റ്റ് അവർ ചൊന്ത് കാണുമ്പോൾ ഞങ്ങൾ വെറുതെ ചൊന്നിട്ടുണ്ട്. അപ്പൊ അയാൾ ചൊന്തു നിങ്ങൾ കേട്ടത് നടന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ചൊന്തു നിങ്ങൾ കേട്ടത് സംഭവിച്ചത് അത് ഇൻഷാല്ല നമുക്ക് അതിന്റെ ആ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കാം. ഏതായാലും സഹോദരന്മാരെ ഞങ്ങളെ ടൈം ഭാരി ഷോർട്ടേജ് ഉണ്ട്. ഇവിടെ ഒന്നാമത്തേത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അബ്ബറൊട്ടിക്ക് ചൊന്നത് ആ അബ്ബെന്താക്കര് തന്റെ ആ കിടാവറോ പൽക്കത്തോ ഏറ്റെടുക്കര് എടുത്ത് തിന്ന് ചെല്ലു മോനെ ഈ കിനാവ് നീ ആരോട്ടും ചൊല്ലണ്ട. എന്ത് കാരണം നല്ല കിനാവായ സമയം നല്ല കിനാവായത് നീ അബ്ബറൊട്ടി ചൊന്നത് കറക്റ്റ്. നീ പിരിസപ്പെട്ട ഞങ്ങളൊട്ടി ചൊല്ല നല്ല കിനാവ്. നല്ലില്ലാത്ത കിനാവ് അത് അബ്ബറൊട്ടിയും ചൊല്ല ആർക്കും ചൊല്ലത്തില്ല ചെന്നാൽ അത് ജീവിതത്തിൽ സംഭവിച്ചു പോവൂ. നബ്സല്ലാഹു ചൊന്ന അതിങ്ങനെ ഇക്കറുണ്ട് ഒരു കിനാവ് ഒരു പക്കിര പോലെ എത്തിക്കര്. പിന്നെ അത് ആ ഇന്നൊരുത്തരൊട്ടിക്ക് ചൊന്ന സത്യക്ക് അത് കീൽബുള്ളുണ്ട ഒരു പ്രയോഗം എനിക്ക് മറന്നിരത് കീൽബുള്ളുണ്ട് അത് സംഭവിച്ചു പോകേണ്ട ചൊന്തല്ല നിലക്കുള്ള ഒരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അപ്പൊ അങ്ങനത്തെ ഒരു കിനാവ് എന്തെങ്കിലും ബെടുക്ക് പോലത്തെ കിനാവ് നിങ്ങൾ ആരോട്ട് ചൊല്ല പോണ്ട. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്തിൽ നിന്ന് കിടന്നില്ല ആ ഭാഗത്തിൽ നിന്ന് അതിലെ ഡിഫറെന്റ് ഭാഗത്തിൽ നിങ്ങൾ പോറു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എടുത്ത ഭാഗത്ത് ഊതിത്ത് ആ തുപ്പിനെ പാറും പോലത്തെ ഊത്തു തുഫിൽ ചൊല്ലു അത് ഊതിത്ത് നിങ്ങൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി അല്ലാഹ് ഇത് ആരോട്ടിക്കും ചൊല്ലണ്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. അപ്പൊ ഇങ്ങനെ കിനാവറ വിഷയത്തിൽ അങ്ങനെ എത്തിക്കരുത്. നല്ല കിനാവ് ഉണ്ടായെങ്കിൽ ഞങ്ങൾ ഏറ്റവും പിരിസത്തങ്ങൾ ഒട്ടിക്കുക. കാരണം എല്ലാവരും ചെന്ന് പോയി അത് നഞ്ചി സ്റ്റാർട്ടാവും. ആ നഞ്ചി തിക്കറൂടെ കണ്ടുകൊണ്ടുള്ളത് ഇവിടെ 11 നക്ഷത്ര ചൊല്ലുമ്പത്തു സാധാരണ ചിന്തനാക്കുമുണ്ട്. 11 നക്ഷത്രം ചെന്നുണ്ടെങ്കിൽ ഈ സഹോദരന്മാർ ചിന്തക്ക് 11 അങ്ങമേ ആറ് ഒന്ന് ഇയാലമേ ഉമ്മറെ മോണു ബിനിയാമിൻ. പിന്നെ ഷംസ് വൽ ഖമർ സൂര്യചന്ദ്ര ആറ് അത് അബ്ബ ഉമ്മ. അപ്പൊ ഈ മനുഷ്യരോ അത്യന്ത വലിയൊരു ആളായ പോണ്ട ചൊന്തുള്ളത് പിടിയായെങ്കിൽ അതിൽ നഞ്ചി അങ്ങക്കാറാറ് ചൊന്തുള്ളത് ആറ് മനസ്സിലാക്കിയത് അബ്ബക്ക് പിടിക്കണു. മക്കളെ ഓരോ 10 മക്കൾ ഉണ്ടാക്കരുതല്ല ഓരോ മക്കളെ സൈക്കോളജി അബ്ബക്ക് പിടിക്കണം. ആ മക്കളെ സൈക്കോളജി മനസ്സിലാക്കിയത് വേണു അങ്ങോട്ടേക്ക് ട്രീറ്റ് ആക്കരുത് അങ്ങോട്ടേക്ക് വർത്തനാക്കരുത്. അത് ഇവിടെ സംഭവിച്ചത് അങ്ങനെ അവിടെ എന്താക്കി ചൊന്തു ഇത് ആരോട്ട് ലാ തഖ്സുസ് യാ ബുനയ്യ പിർസത്ത മോൻ ഏനന്റെ പിർസത്ത മോനെ വിളിക്കറു എപ്പെങ്കിലും വിളിച്ചിരാ നക്ക് നിന്റെ പിർസുണ്ട് ചന്ദ്രാ ചെന്തില്ല ഏനന്റെ പിർസത്ത മോനെ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക് നിന്റെ സഹോദരന്മാരൊട്ടി നിന്റെ മൂത്തങ്ങളൊട്ടി ചൊല്ലണ്ട മോനെ ഇത് ഈ സ്റ്റോറി ചൊല്ലണ്ട നീ കിനാവ് കണ്ടത് ചൊല്ലണ്ട ചെന്ന് പോയിട്ടായി നഞ്ചിര കാരണത്തിൽ എന്തെങ്കിലും കുതന്ത്രാക്കുറങ്ങ നഞ്ചിര കാരണത്തിൽ ചില അപ്പന്മാർക്കുണ്ടല്ലോ അങ്ങനെ മക്കളെ വെച്ചത് നന്റെ മോൺ അങ്ങനെ അല്ലേ അല്ലാണ് അവൻ അങ്ങനെ ആക്കലുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്നിട്ട് സ്വന്തം മക്കളെ വിഷയത്തിൽ ഫയക്കീദൂലക കൈദ നിക്ക് കുതന്ത്രാക്കുവാറ് ചൊന്തലത്
சொன்னீங்க மக்களோ சில மக்கள் நல்ல நினைக்கிறாரு, சில மக்கள் நீங்க நல்லதெல்லாம் காணும். அப்ப நல்லதெல்லாம் அது கண்டது அதுவும் നിങ്ങളുടെ അഭിപ്രായം വേണം, നല്ലത് കണ്ടതിരെ അതും അഭിപ്രായം നിങ്ങളിൽ വേണം ചൊന്തലത് മനസ്സിലാക്കൂ. ലാ തഖ്സുസു റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ. അങ്ങനെ എന്താക്കോരു നിങ്ങൾ നിന്റെ മേല് കുതന്ത്രാക്കോരു, പിന്നെന്താകോരു, പിന്നെ ഈ അവിടെ ചെന്നതിന് കൊണ്ടുണ്ടാകും. കാരണം ഇത് നിന്റെ മക്ക അതാ നിന്റെ മൂത്തങ്ങ ബെടുക്കായങ്ങ നല്ലില്ലങ്ങ അങ്ങനെ വിട്ട പോണ്ട ചെന്നല്ല ചെന്ന് നിന്റെ മക നിന്റെ മൂത്ത ഒരു നെഗറ്റീവ് പോയിന്റ് അല്ല അവിടെ ചെന്ന് കൊടുക്കുന്നത്, അവിടെ പോസിറ്റീവ് ചെന്ന് കൊടുക്കുന്നത്. എന്തിന് അവിടെ നെക്സ്റ്റ് പോയിന്റ് എടുക്കത്ര ഇന്ന ശൈത്താന ലിൻസാനെ അത് മുബീൻ, മനുഷ്യർ ശത്രു എത്തിക്കിற ശൈത്താൻ ചെന്തത് വ്യക്തമായ ശത്രു എത്തിക്കിற. അങ്ങനെ കയ്യിൽ എന്തെങ്കിലും കൈത് സംഭവിച്ചു തിന്നണ്ടെങ്കിൽ, അങ്ങനെ കയ്യിൽ എന്തെങ്കിലും കുതന്ത്രം സംഭവിച്ചു തിന്നണ്ടെങ്കിൽ അതിലെ കാരണക്കാരാറ് കാരണക്കാരൻ ശൈത്താൻ എത്തിക്കുന്നത്. ഇതല്ല നിന്റെ കണ്ട് ശൈത്താനെ ചെങ്കിയാവില്ല, ശൈത്താനിക്ക് ചെങ്കിയാവില്ല. ഇങ്ങനെ പൽക്ക വരുത്തിയിരാണ്. എപ്പം ഷെയ്ത്താന്റെ ബിൽ ശരിയാക്കിയിട്ട് പൽക്ക പറയണ്ട. ഷെയ്ത്താന്റെ അവന്റെ തീവ്രമായ നിലയ്ക്ക് അവന്റെ നിങ്ങൾ ദൂരനെ അത് എന്ത് ഇവിടെ ഷെയ്ത്താനിക്ക് എന്ത് സ്വറയില്ല, എല്ലാ മനുഷ്യന്മാരാക്കിക്കൊണ്ടുള്ളവരുണ്ട്. എന്തെല്ലാം പൽക്ക് പ്രയോഗ സരിയല്ല. അത് ഷെയ്ത്താനിക്ക് എന്ത് സ്വറയില്ലേ, അവന് അഹോരാത്രി സ്വറാക്കിക്കൊണ്ടുള്ള ഞങ്ങൾക്ക് മനുഷ്യന്മാർക്ക് കൂടെ ബച്ചു, ഷെയ്ത്താനിക്ക് ബച്ചില്ല. അവനക്ക് അത്ര ഒരു വലിയ ടാർഗറ്റ് എത്തിക്കറി. ഇവിടെ മനസ്സിലാക്കൂ, അബ്ബ മക്കളെ മോണ്ട ടീച്ചറോ നിന്റെ മൂത്തങ്ങ സരിയില്ല ಅಂತಲ್ಲ ചൊന്നു, ഷെയ്ത്താൻ ഞങ്ങളൊട്ടിക്ക് കളിച്ചോണ്ടുള്ള. അതുകൊണ്ടു ഷെയ്ത്താന്റെ രീതിക്ക് ഞങ്ങൾക്ക് കാട്ടിക്കൊടുക്കൂല്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും ബെടുക്കത്ര നീന് സരിയില്ലല്ല അല്ല മോനോ നീൻ ആക്കിക്കൊണ്ടുള്ളത് നിന്റെ ഈദിക്ക് കാരണം ആർക്കൊണ്ടുണ്ടാ നിന്റെ ഒട്ടിക്കുള്ള ഷെയ്ത്താൻ എത്തിക്കറ മോനെ മോനെ ഈ ബെടുക്ക് സ്വരം നീൻ ആക്കിക്കൊണ്ടുള്ളല്ലേ ഇത് കാരണക്കാരായി എത്തിക്കറ് ഷെയ്ത്താൻ എത്തിക്കറ ചൊന്തലത്. അപ്പൊ നിങ്ങളെ നാൻ ദൂരില്ല ചൊന്തല ലാസ്റ്റ് ചൊല്ലു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ നമത്തിൽ അനാഹുത്തലാക്കിത്ത് അയലെ കൊലക്ക് കൊടുത്തു, എല്ലാ നമത്തിൽ ഉപദ്രാക്കിത്ത് അയലെ മേൽ എല്ലാ നമത്തിൽ അപപ്രചാരാക്കിത്ത് അപവാദം ഇട്ടിത്താൽ പിന്നെ അയൽ ചൊല്ലു അബ്ബറെ കണ്ണിരെ കാഴ്ച ഇല്ലാണ്ടാക്കിത്ത്, അബ്ബ മക്കളെ ദൂരാക്കിത്ത്, അബ്ബറെ കംപ്ലീറ്റ് അയാലോ എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ അയാള് ജീവനത്തിക്ക് ഒരു മാരക്കമായിട്ട് വന്നാൽ പിന്നെ ചൊല്ലു ലാ തസ്രീബ അലൈക്കും അൽയൗം, നിങ്ങളെ മേലെ എന്ത് തപ്പില്ല നാ ചൊല്ലില്ല. ഷൈത്താന് നണ്ടു നിങ്ങളെ നടു കലിച്ച കലിയുണ്ടല്ലേ ചുന്തു അവിടും പ്രയോഗാക്കരുത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതേ തിക്കറി ട്രെയിനിങ് കൊടുത്തോ, മക്കൾക്ക് ട്രെയിനിങ് കൊടുത്തോ. എന്തെങ്കിലും നമ്മത്തുള്ള ഉപദ്ര കണ്ട സത്തക്ക് ആ മക്കളെ ഡയറക്റ്റ് ദൂരണ്ട, ആ മക്കളെ ചങ്ങായിമാരെ ഡയറക്റ്റ് ദൂരണ്ട, അവിടെ ലിങ്ക് കൊടുക്കൂ. ഇങ്ങനെ ആവുക്കില്ല, കാരണം ഷൈത്താനായി തിക്കറ ചൊന്തലതേ തിക്കറ് ഇവിടെ മനസ്സിലാക്കൂ. പിന്നെ അബ്ബ ചൊന്ത് കൊടുക്കറോ ഇതിന്റെ പേരുള്ളിലെ ഒരു സംഭവം ചൊന്ത് കൊടുക്കറോ നിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ആക്കറ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ അബ്ബറെ സെലക്ട് ആക്കിയത് പോലെ, നിന്റെ അബ്ബറെ അതായത് ഇസാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സെലക്ട് ആക്കിയത് പോലെ, നിന്റെ ബിജ്ജറോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമറോ സെലക്ട് ആക്കിയത് പോലെ യൂസുഫ് നിന്റെ മോനെ നിന്നും സെലക്ട് ആക്കറ ചെന്തലത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇൽഹാമോട് കൂടിയിട്ട് ഒരു സൂചന കൊടുക്കുന്നത്. അതേപോലെ ഇൻഷാ അല്ലാഹു തആല ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു സൂചന മാത്ര സൂറത്ത് യൂസുഫിലുള്ളതിരെ ആ കുടുംബ ചിത്രಣ ഒരു ഗಂಟೆ കൊണ്ട് തീരു ചെന്തു നിങ്ങൾ വിചാരിച്ചാ ഇല്ല. ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹു തആല അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നെങ്കിൽ ഇതിരെ മുന്നൽക്കും ഞങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഖുർആന്റെ തിങ്കളെത്തിക്കരെ ബണ്ടി ഷഹറു റമദാൻ അല്ലതി ഉൻസില ഫിൽ ഖുർആൻ. ഈ ഖുർആൻ ഞങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ഈ ഖുർആൻ ഞങ്ങൾക്ക് സാക്ഷിയാവണം, ഞങ്ങൾക്ക് എതിരാവത്തീര അല്ലേ. ഈ ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ നിക്ക് പ്രൂഫ് ആയിത്തിക്കറ്, നിന്റെ പറമൈത്ത് നിക്കറ് ഇല്ല നിക്ക് വിരോധമായിട്ട് നിക്കറ്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഖൗമേ ഏനെന്റെ റബ്ബേ നന്റെ കൗമി ഖുർആൻ ರೋ ಕೈಬಿಟ್ಟು ಕಲ್ഞ്ഞರು ಕೈಬಿಟ್ಟು ಬಿಟ್ಟರು ചൊന്തലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ അല്ലാഹുവോട് മുദ്ദർ ശികായത്ത് ആക്കറോ ദൂർ കൊടുക്കുന്നതായി ഒരു സൂചന ഖുർആനിൽ കാട്ടറ്. അവിടെ എന്ത് സംഭവിച്ചിട്ട് നിങ്ങൾ ഖുർആൻ ഓതോ ബറാത്തങ്ങ ഈ റമദാൻ തീരുമെങ്കിൽ ഖുർആൻ ഓതോ പഠിക്കറോ, ഖുർആന്റെ അർത്ഥം പഠിക്കാത്തങ്ങ ഖുർആൻ ರೋ ഈ കംപ്ലീറ്റ് ഖുർആൻ ರೋ ഒരു തർജുമ എടുത്തിട്ട് അത് ഓതി തീർക്കുന്ന ഒരു ഹിമ്മത്ത് ഒരു നിയത്ത് നിങ്ങൾ ലിക്കട്ട്. അപ്പൊ ഈ ഖുർആൻ ರೋ ഞങ്ങളുടെ ജീവനത്തിൽ ഒരു വെളിച്ചപ്പലാക്കട്ട് ആക്കറു. ഓരോരുത്തരും ഞങ്ങളെ മക്കൾക്കും ഈ ഖുർആൻ ರೋ എന്തിരുണ്ടു മാർഗദർശന അത് പഠിക്കും പഠിപ്പാട്ടക്കും
അതേപോലെ അത് ഞങ്ങളുടെ ജീവനത്തിൽ പകർത്തക്കും. ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ പെഞ്ഞായിമാരോ ഞങ്ങളുടെ കുടുംബത്തങ്ങളോ ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവನ നല്ലതാക്കുള്ളേ ഒരു ಪ್ರಯತ್ನ ഓരോരുത്തർ നടപ്പാട്ടണു. ഈ ഖുർആൻ ഞങ്ങൾക്ക് എതിരാവണു തീരാച്ചുന്തില്ല നീയത്ത് നിങ്ങൾക്കുണ്ടായി ഖുർആൻ നിങ്ങൾക്ക് സാക്ഷി ചെയ്യണുണ്ടായെങ്കിൽ ആ ഖുർആൻ ഞങ്ങൾക്ക് ആ ഖുർആൻ പഠിക്കും. ഖുർആൻ വായിച്ച് പഠിക്കരുത് കേട്ടില്ലേ, കഷ്ടത്തിൽ പഠിക്കരുത്. ആ പഠിക്കരുതായോ ഒരു പ്രയത്ന പ്രത്യേകത്തും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും ഖുർആൻ പഠിക്കുക തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ഞങ്ങളുടെ മനസ്സുക്കുള്ളതായോ ഒരു വസന്തമാക്കി തരട്ടെ. ഈ ഖുർആൻ ഞങ്ങളുടെ മനസ്സിലെ ദുഃഖത്തെ ദൂരത്താക്കിற ഒരു ബസ്താക്കി തരട്ടെ. ഞങ്ങളെ ബേജാറോ ഇല്ലാണ്ടാക്കിற ഒരു കിതാബാക്കി അള്ളാഹു തീർക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഖുർആൻ ഷഫാത്താക്കിற ഒരു നസീബ് അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. ഖിയാമത്ത് നാളിൽ എല്ലാ നമ്മത്തുള്ള മുസീബത്ത് അനുഭവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഖുർആൻ ബന്ത് കൈപിടിച്ചതായോ നസീബുള്ള കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അതേപോലെ അമ്പിയാക്കന്മാരെ കൂടെ സിദ്ദീഖുമാരെ കൂടെ സ്വാലിഹിങ്ങളെ കൂടെ ശുഹദാക്കന്മാരെ കൂടെ സ്വർഗത്തിൽ അതായത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടെ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അള്ളാഹു ഞങ്ങളെ ചെറിയ വലുതായ ദോഷത്തെല്ലാം വിട്ടുപുറത്ത് മാഫാക്കിരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ വന്ന് കൂടിത്താകുമ്പോൾ അള്ളാഹു ഈ സദസ്സ് അള്ളാഹു റഹ്മത്ത് ചെയ്യും പോലത്തെ ഒരു അനുഗ്രഹം അള്ളാഹു ഞങ്ങളെ മേൽ ഉണ്ടാക്കി തരട്ടെ. ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും എല്ലാ നമ്മത്തുള്ള ദോഷത്തിൽ നിന്ന് മാഫാക്കപ്പെട്ട ഒരു സദസ്സാക്കിയത് അള്ളാഹു ഈ സദസ്സിൽ തീർക്കട്ടെ. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയതായോ ഞങ്ങളെ വലിയങ്ങും ചെറിയകും ആണിങ്കും പെണിങ്കും ഉല്ലങ്കും ഇല്ലാത്തങ്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫാക്കട്ടെ. ഞങ്ങളെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഞങ്ങളെ ദോഷത്തെല്ലാം വിട്ടുപുറത്ത് മാഫാക്കിരട്ടെ. ഞങ്ങളും ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടട്ടെ. അതേപോലെ കലിമത്ത് തൗഹീദിക്ക് വേണ്ടിയിട്ട് നയിക്കുന്നതായോ കലിമത്ത് തൗഹീദിക്ക് വേണ്ടിയിട്ട് പൽക്കവറതായോ കലിമത്ത് തൗഹീദിക്ക് വേണ്ടിയിട്ട് എഴുതുന്നതായോ കലിമത്ത് തൗഹീദിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായോ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോണ്ടതായോ നസീബ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവനത്തോ ഞങ്ങളെ ഉമ്മർ വയസ്സോ അള്ളാഹു നല്ലതാക്കി തീർക്കട്ടെ. ഞങ്ങളെ അവസാനത്തെ ഉമ്മർ ആയുസ് അള്ളാഹു നല്ലതാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നല്ല അമൽ അവസാനത്തേതാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ട സന്ദർഭത്തിൽ ഞങ്ങളെ ഹിസാബ് അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളോ ഈ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. അള്ളാഹു ഞങ്ങളെല്ലാവരും ഞങ്ങളെ മക്കളോ ഞങ്ങൾക്ക് കണ്ണുക്കും മനസ്സുക്കും സമാധാനമുള്ളതായോ മക്കളാക്കി തരട്ടെ. ഞങ്ങളുടെ മക്കളോ അതേപോലെ ഞങ്ങൾ പെഞ്ഞായിമാരോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കാക്കിയിട്ട് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും അമ്പിയാക്കന്മാരെ കൂടെ സിദ്ദീഖുമാരെ കൂടെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല